ഇടുക്കിയുടെ മരവിപ്പിക്കുന്ന മഞ്ഞിൽ ഒരു കല്യാണപ്പന്തലിന്റെ തിളക്കങ്ങൾക്കിടയിൽ മൃത്യു നിശബ്ദമായി വിരുന്നെത്തിയ ആ പുലർച്ചെ കട്ടപ്പനയിലെ കിഴക്കേതിൽ മറിയാമ്മ ടീച്ചർ സ്വന്തം അടുക്കളയിൽ പിടഞ്ഞു വീണപ്പോൾ അതൊരു സ്വാഭാവിക മരണമാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ ആമാശയത്തിൽ അലിഞ്ഞുചേർന്ന ഒരു പോളിമർ നൂലിലൂടെ സയനൈഡ് കലർത്തി നൽകിയ ആ ശാസ്ത്രീയ കൊലപാതകി ആരാണ്? 14 വർഷം പഴക്കമുള്ള ശവക്കല്ലറകൾ ഇന്ന് സത്യം വിളിച്ചു പറയുന്നു. കേരളം കണ്ട ഏറ്റവും ഭയാനകമായ ആ ചതിയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുകയാണ്. മഞ്ഞു പുതച്ച ചതി. ശ്വാസമടക്കി കേൾക്കൂ, ആ കഥ തുടങ്ങുകയാണ്. ഹാങ് ഓൺ, ലെറ്റ്സ് ലിസൺ. ഇടുക്കിയിലെ കട്ടപ്പനയ്ക്കപ്പുറമുള്ള ആ ഹൈറേഞ്ച് ഗ്രാമം അന്നുറങ്ങിയിരുന്നില്ല. സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിനടി ഉയരത്തിലുള്ള ആ മലഞ്ചെരുവിലേക്ക് നവംബർ മാസത്തിലെ കോടമഞ്ഞ് ഒരു വെളുത്ത പുതപ്പ് പോലെ പതുക്കെ പതുക്കെ ഇറങ്ങിവരികയായിരുന്നു. തണുപ്പിനവിടെ ഒരു ഭാരമുണ്ടായിരുന്നു. അസ്ഥികളെ തുളച്ചുകയറി മജ്ജയെപ്പോലും മരവിപ്പിക്കാൻ പോന്നത്ര കാഠിന്യമുള്ള തണുപ്പ്. ആ ഗ്രാമത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രൗഢിയുള്ളതുമായ തറവാടാണ് കിഴക്കേതിൽ. 100 വർഷത്തിലധികം പഴക്കമുള്ള വലിയ മരത്തൂണുകളും 8 കെട്ടുമുള്ള ആ വീടിന്റെ മുറ്റത്ത് അന്ന് വലിയൊരു പന്തലുയർന്നിരുന്നു. പിറ്റേന്ന് നടക്കാൻ പോകുന്ന വലിയൊരു കല്യാണത്തിന്റെ ഒരുക്കങ്ങളായിരുന്നു അവിടെ. കിഴക്കേതിലെ കാരണവത്തിയായ മറിയാമ്മ ടീച്ചറുടെ കൊച്ചുമകളുടെ വിവാഹം. സമയം പുലർച്ചെ കൃത്യം 3 മണി. മിക്കവരും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നെങ്കിലും കിഴക്കേതിലെ വലിയ അടുക്കളയ്ക്ക് പിന്നിലുള്ള ഷെഡിൽ വലിയൊരു പട തന്നെ സജീവമായിരുന്നു. പന്തലിലെ മഞ്ഞ ഹാലോജൻ ബൾബുകളുടെ വെളിച്ചം മഞ്ഞുകണങ്ങളെ സ്വർണ്ണത്തുള്ളികൾ പോലെ തിളക്കി നിർത്തി. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വായുവിന് വല്ലാത്തൊരു ഗന്ധമായിരുന്നു. മണിക്കൂറുകളോളമായി വലിയ വാർപ്പുകളിൽ തിളച്ചുമറിയുന്ന നെയ്ച്ചോറിന്റെയും അതിലേക്ക് വാരിയിട്ട ഏലക്കയുടെയും ഗ്രാമ്പുവിന്റെയും കറുവപ്പട്ടയുടെയും രൂക്ഷഗന്ധം. അതിനെല്ലാം മീതെ വലിയൊരു ചെമ്പിൽ വെട്ടിത്തിളയ്ക്കുന്ന പോത്തിറച്ചിക്കറിയുടെ കൊഴുത്ത മണം വായുവിനെ കനപ്പിച്ചു നിർത്തിയിരുന്നു. പാചകക്കാരുടെ തലവനായ നാരായണൻ വലിയൊരു തവി കൊണ്ട് ആ ഇറച്ചിക്കറി ഇളക്കിക്കൊണ്ടിരുന്നു. അയാളുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പു തുള്ളികൾ ആ തണുപ്പിലും താഴേക്ക് ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. അടുക്കളയോടു ചേർന്നുള്ള ചെറിയൊരു മുറി, അവിടെയായിരുന്നു മറിയാമ്മ ടീച്ചർ ഇരുന്നിരുന്നത്. 65 വയസ്സു പ്രായമുള്ള കട്ടപ്പനയിലെ മുഴുവൻ ജനങ്ങൾക്കും ബഹുമാനവും അതിലേറെ ഭയവുമുള്ള സ്ത്രീ. വെളുത്ത കസവ് സാരി ധരിച്ച് കഴുത്തിൽ വലിയൊരു സ്വർണ്ണക്കുരിശും കിടത്തി അവർ ആ മുറിയിലെ വലിയ തടിപ്പലകയിലിരുന്ന് എല്ലാം നിയന്ത്രിക്കുകയായിരുന്നു. അവരുടെ കണ്ണുകൾ ഒരു പരുന്തിനെപ്പോലെ അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളെയും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. എടാ ദാസാ, ആ ഇറച്ചിയിലേക്ക് കുരുമുളക് ഇനിയും വേണം. എന്റെ കൊച്ചുമകളുടെ കല്യാണത്തിന് വരുന്നവർക്ക് ഒരു കുറവും തോന്നരുത്. അവരുടെ ശബ്ദം ആ ബഹളങ്ങൾക്കിടയിലും വളരെ വ്യക്തമായി മുഴങ്ങിക്കേട്ടു. ആ ശബ്ദത്തിലെ ആജ്ഞാശക്തി ആരെയും ഒന്ന് ഭയപ്പെടുത്താൻ പോന്നതായിരുന്നു. മറിയാമ്മ ടീച്ചറുടെ തൊട്ടടുത്ത് വളരെ അനുസരണയുള്ളൊരു വേലക്കാരിയെപ്പോലെ അവരുടെ മരുമകൾ മോണിക്ക നിൽപ്പുണ്ടായിരുന്നു. കാഴ്ചയിൽ വളരെ ശാന്തയായ, എപ്പോഴും പ്രാർത്ഥനാമന്ത്രങ്ങൾ ഉരുവിടുന്നതുപോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ. അവൾ ടീച്ചർക്കുള്ള ചൂടുവെള്ളവും മരുന്നുകളും കൃത്യസമയത്ത് എടുത്തു നൽകുന്നുണ്ടായിരുന്നു. അല്പമകലെ വീടിന്റെ ഇരുണ്ട വരാന്തയിൽ മറിയാമ്മയുടെ മകൻ റോയി നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ വിരലുകൾക്കിടയിൽ എരിയുന്നൊരു സിഗരറ്റ് ഉണ്ടായിരുന്നു. റോയിയുടെ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥത തളം കെട്ടു നിൽക്കുന്നതുപോലെ തോന്നി. ഇടയ്ക്കിടെ അയാൾ ഭയത്തോടെയും ദേഷ്യത്തോടെയും തന്റെ അമ്മയെ നോക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിലെ ഒരു പണിക്കാരനായ ദാസൻ ടീച്ചറുടെ ശകാരം കേട്ടതിന്റെ നീരസത്തിൽ ഒരു മൂലയിൽ നിന്ന് പല്ലിറുമുന്നുണ്ടായിരുന്നു. അവിടെ ആ അന്തരീക്ഷത്തിൽ വെറുമൊരു കല്യാണത്തിന്റെ സന്തോഷമായിരുന്നില്ല, മറിച്ച് പലരുടെയും ഉള്ളിൽ തിളച്ചുമറിയുന്ന പകയുടെയും നിരാശയുടെയും ഭയത്തിന്റെയും ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. മോണിക്കേ, എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നു. ആ സൂപ്പ് എടുത്തോണ്ട് വാ, എനിക്കെന്റെ മുറിയിലേക്ക് പോകണം. മറിയാമ്മ ടീച്ചർ തന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. മോണിക്ക ഉടൻ തന്നെ അടുക്കളയിലേക്ക് നടന്നു. വലിയൊരു പാത്രത്തിൽ തിളച്ചുകൊണ്ടിരുന്ന ആട്ടിറച്ചി സൂപ്പിൽ നിന്ന് ഒരു ചെറിയ സെറാമിക് ബൗളിലേക്ക് അവളത് പകർന്നു. അതിൽ നിന്ന് ആവി പറക്കുന്നുണ്ടായിരുന്നു. സൂപ്പിന്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി വിതറി അവളത് ടീച്ചറുടെ കയ്യിൽ കൊടുത്തു. ടീച്ചർ ആ ചൂടുള്ള സൂപ്പ് പതുക്കെ കുടിക്കാൻ തുടങ്ങി. ആട്ടിറച്ചിയുടെ കൊഴുപ്പും കുരുമുളകിന്റെ എരിവും അവരുടെ തൊണ്ടയിലൂടെ താഴേക്കിറങ്ങി.
ആദ്യത്തെ 4 സ്പൂൺ സൂപ്പ് കുടിച്ചു കഴിഞ്ഞപ്പോൾ മറിയാമ്മ ടീച്ചറുടെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. അവരുടെ കണ്ണുകൾ അസ്വാഭാവികമായി വികസിച്ചു. സൂപ്പ് കുടിച്ചിരുന്ന സെറാമിക് പാത്രം അവരുടെ വിറയ്ക്കുന്ന കൈകളിൽ നിന്ന് താഴേക്ക് വഴുതി വീണു. അടുത്ത നിമിഷം മറിയാമ്മ ടീച്ചർ തന്റെ നെഞ്ചിൽ 2 കൈകളും അമർത്തിപ്പിടിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. അവരുടെ തൊണ്ടയിൽ നിന്ന് ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു വലിയ ശബ്ദം പുറത്തുവന്നു. ഒരു വലിയ മത്സ്യം കരയിലിട്ട് പിടയുന്നതുപോലെ അവരുടെ ശരീരം തറയിൽ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. വായിൽ നിന്ന് വെളുത്ത നുര പതഞ്ഞു പുറത്തേക്ക് വന്നു തുടങ്ങി. കണ്ണുകളിലെ കൃഷ്ണമണികൾ മുകളിലേക്ക് മറിഞ്ഞു. അവരുടെ വിരലുകൾ തറയിലെ തണുത്ത പ്രതലത്തിൽ എന്തോ തിരയുന്നതുപോലെ പോറി വലിച്ചു. മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. ചർമ്മത്തിൽ പതിയെ പതിയെ ഒരു പിങ്ക് കലർന്ന നീല നിറം സയനോസിസ് പടർന്നു കയറാൻ തുടങ്ങി. വെറും 10-20 സെക്കൻഡുകൾ. അതിനുള്ളിൽ ആ വലിയ തറവാടിനെ നിയന്ത്രിച്ചിരുന്ന ആ സിംഹിണിയുടെ ശരീരം ഒരു വിറയലോടെ നിശ്ചലമായി. അവരുടെ കണ്ണുകൾ തുറിച്ചുതന്നെ നിന്നു. ജീവനറ്റ ആ നോട്ടം അടുക്കളയുടെ മേൽക്കൂരയിലേക്ക് തറച്ചു നിൽക്കുകയായിരുന്നു. അമ്മച്ചി, എന്താ പറ്റി? ആരെങ്കിലും ഓടിവായോ? മോണിക്കയുടെ അലർച്ച ആ മലനിരകളിൽ പ്രതിധ്വനിച്ചു. റോയ് സിഗരറ്റ് വലിച്ചെറിഞ്ഞ് അങ്ങോട്ട് ഓടിവന്നു. പാചകക്കാരനായ നാരായണനും ദാസനും ഭയന്നു വിറച്ചു നിന്നു. ചിലർ വെള്ളം തളിക്കാൻ ശ്രമിച്ചു. മറ്റു ചിലർ മറിയാമ്മയുടെ കൈകാലുകൾ തിരുമ്മാൻ തുടങ്ങി. അവിടെ ആകെ വലിയൊരു കോലാഹലമായി മാറി. കല്യാണത്തിന്റെ സന്തോഷം നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വലിയ വിലാപമായി രൂപാന്തരപ്പെട്ടു. പക്ഷേ ആ വലിയ ബഹളങ്ങൾക്കിടയിലും ഒരു മനുഷ്യൻ മാത്രം തികഞ്ഞ ശാന്തതയോടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ തറവാട്ടിലെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടു വന്ന ലോക്കൽ പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞുമോൻ, ഇടുക്കിയുടെ നാടിമിടിപ്പുകൾ അറിയുന്നവൻ. എല്ലാവരും പരിഭ്രാന്തരായി ഓടുമ്പോൾ കുഞ്ഞുമോൻ ഒരു കൽപ്രതിമ പോലെ മറിയാമ്മയുടെ മൃതദേഹത്തിന് മുന്നിൽ നിന്നു. അയാളുടെ കണ്ണുകൾ ആ മൃതദേഹത്തിലല്ലായിരുന്നു, മറിച്ച് അവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരുടെ മുഖത്തേക്കുമായിരുന്നു. റോയിയുടെ മുഖത്തെ ഭയം, മോണിക്കയുടെ അമിതമായ കരച്ചിൽ, ദാസന്റെ വിയർക്കുന്ന മുഖം. കുഞ്ഞുമോന്റെ ഉള്ളിലെ പോലീസുകാരൻ ഉണർന്നു കഴിഞ്ഞിരുന്നു. ഇത് സ്വാഭാവിക മരണമല്ല. ഹൃദയാഘാതം ഇത്രയും ഭീകരമായിരിക്കില്ല എന്നവൻ അറിയാമായിരുന്നു. കുഞ്ഞുമോൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തു. അയാളുടെ ശബ്ദം താഴ്ന്നതായിരുന്നുവെങ്കിലും അതിൽ വലിയൊരു ഗൗരവമുണ്ടായിരുന്നു. എല്ലാവരും പിന്നോട്ട് മാറി നിൽക്ക്. ആരും ആ ബോഡിയെ തുടരുത്. ആ സൂപ്പ് വീണ സ്ഥലത്ത് ആരും ചവിട്ടരുത്. കുഞ്ഞുമോൻ ഒരു സിംഹത്തെപ്പോലെ അലറി. അവിടെയുണ്ടായിരുന്നവർ ഒരു നിമിഷം സ്തബ്ധരായി പുറകോട്ടു മാറി. അവൻ ഉടൻ തന്നെ ഒരു പ്രത്യേക നമ്പറിലേക്ക് ഡയൽ ചെയ്തു. സർ, ഞാൻ കുഞ്ഞുമോനാണ്. കിഴക്കേതിലെ തറവാട്ടിൽ നമ്മൾ പേടിച്ചത് തന്നെ സംഭവിച്ചു. മറിയാമ്മ ടീച്ചർ തീർന്നു. ഇതൊരു നോർമൽ അറ്റാക്ക് അല്ല സർ. ബോഡി ഇപ്പോൾ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാറ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഫോൺ കട്ട് ചെയ്ത ശേഷം കുഞ്ഞുമോൻ ആ മുറിയുടെ വാതിലിൽ കാവൽ നിന്നു. പുറത്ത് മഞ്ഞു കൂടുതൽ കനക്കുകയായിരുന്നു. ആ തറവാട്ടിലെ ഓരോരുത്തരും പരസ്പരം സംശയത്തോടെ നോക്കാൻ തുടങ്ങി. എല്ലാവരും ഒരേ ചോദ്യം മനസ്സിൽ ചോദിക്കുകയായിരുന്നു. ആരാണിത് ചെയ്തത്? എന്തിനു ചെയ്തു? സമയം ഇഴഞ്ഞു നീങ്ങി. ഓരോ മിനിറ്റും ഓരോ യുഗം പോലെ അവർക്ക് തോന്നി. തണുപ്പ് വീണ്ടും കൂടി. മൃതദേഹത്തിനു ചുറ്റും ഈച്ചകൾ വട്ടം ചുറ്റാൻ തുടങ്ങി. ഏകദേശം 40 മിനിറ്റുകൾക്ക് ശേഷം ആ കനത്ത മഞ്ഞിനെ കീറിമുറിച്ചുകൊണ്ട് 2 ശക്തമായ മഞ്ഞ ഹെഡ്ലൈറ്റുകൾ ആ തറവാടിന്റെ വലിയ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് ഇരച്ചുകയറി. ഒരു കറുത്ത ബൊലേറോ ജീപ്പ്. വണ്ടി മുറ്റത്ത് ഒരു വലിയ ബ്രേക്കിംഗ് ശബ്ദത്തോടെ നിന്നു. ടയറുകൾ ചരൽ മണ്ണിൽ ഉറഞ്ഞപ്പോൾ തീപ്പൊരികൾ പറന്നു. മുറ്റത്തുണ്ടായിരുന്നവർ ഭയത്തോടെ പിന്നോട്ടു മാറി. ആദ്യം വണ്ടിയുടെ മുൻവശത്തെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയത് ഒരു യുവ ഡോക്ടറായിരുന്നു. ഡോക്ടർ ഫെലിക്സ് തോമസ്, 32 വയസ്സ്. തികഞ്ഞ അച്ചടക്കമുള്ള, ഒരു പാടുപോലുമില്ലാത്ത വെളുത്ത ഓവർകോട്ട് ധരിച്ച ഫോറൻസിക് സയൻസിന്റെ അവസാന വാക്ക്. അയാളുടെ മുഖത്ത് യാതൊരുവിധ വികാരങ്ങളുമില്ലായിരുന്നു. കണ്ണുകളിൽ വലിയൊരു നിസ്സംഗത. കയ്യിൽ അതീവ സുരക്ഷയുള്ള കറുത്ത നിറത്തിലുള്ള ഒരു വലിയ ഫോറൻസിക് ടൂൾ കിറ്റ്. ചുറ്റുമുള്ള ആളുകളെയോ അവരുടെ കരച്ചിലുകളെയോ അയാൾ ശ്രദ്ധിച്ചതേയില്ല. അയാളുടെ ലോകം ഡേറ്റയും ശാസ്ത്രവും മാത്രമായിരുന്നു. അടുത്തതായി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആ മനുഷ്യൻ പുറത്തിറങ്ങി. ഡിവൈഎസ്പി രുദ്രൻ നായർ, 38 വയസ്സ്. പാലക്കാടൻ വെയിലേറ്റു കരിഞ്ഞ ദൃഢതയുള്ള മുഖം, കറുത്ത ഷർട്ടും പാൻറ്റും. അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി ഒന്ന് ചുറ്റും നോക്കി. അയാളുടെ നോട്ടം ആ തറവാടിന്റെ മേൽക്കൂര മുതൽ മുറ്റത്തെ ഓരോ ചെറിയ കല്ലുകളിൽ വരെ പതിഞ്ഞു. ആ നോട്ടത്തിൽ തന്നെ അവിടെയുള്ള പലർക്കും വിയർക്കാൻ തുടങ്ങി. രുദ്രൻ സാവധാനം മൃതദേഹം കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. രുദ്രൻ മറിയാമ്മയുടെ മൃതദേഹത്തിന് മുന്നിലെത്തി നിന്നു. അയാൾ ഒന്നും ചോദിച്ചില്ല, ആരെയും നോക്കിയില്ല. അയാൾ പതുക്കെ കണ്ണുകൾ അടച്ചു.
കൈകൾ കോട്ടിന്റെ പോക്കറ്റിൽ തിരുകി പൂർണ്ണമായും നിശ്ചലനായി നിന്നു. ഇതാണ് രുദ്രന്റെ മെഡിറ്റേഷൻ. അയാൾ തന്റെ മനസ്സിനെ ശൂന്യമാക്കി. കാതുകളിൽ കേൾക്കുന്ന കരച്ചിലുകളെ ബ്ലോക്ക് ചെയ്തു. ഈ മുറിയിലെ താപനില, വായുവിൽ തങ്ങി നിൽക്കുന്ന ആട്ടിറച്ചി സൂപ്പിന്റെ ഗന്ധത്തിനൊപ്പം നേരിയ തോതിൽ കലർന്നിരിക്കുന്ന കൈപ്പുള്ള ബദാം പരിപ്പിന്റെ മണം, മൃതദേഹത്തിന്റെ കിടപ്പ്, ചുറ്റും നിൽക്കുന്നവരുടെ ശരീരഭാഷ എല്ലാം അയാളുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ പോലെ പ്രോസസ്സ് ചെയ്യുകയായിരുന്നു. അയാൾ മനസ്സുകൊണ്ട് ആ സമയം പിന്നോട്ട് തിരിച്ചു. മറിയാമ്മ വരുന്നു, ഇവിടെ ഇരിക്കുന്നു, ആരെങ്കിലും സൂപ്പ് നൽകുന്നു, അവർ അത് കുടിക്കുന്നു, നിലവിളിക്കുന്നു, വീഴുന്നു. ആ ദൃശ്യം അയാളുടെ അടഞ്ഞ കണ്ണുകൾക്ക് പിന്നിൽ ഒരു സിനിമ പോലെ മിന്നിമറിഞ്ഞു. 5 നീണ്ട മിനിറ്റുകൾക്ക് ശേഷം രുദ്രൻ കണ്ണുകൾ തുറന്നു. ആ നോട്ടം വളരെ തീക്ഷ്ണമായിരുന്നു. ഫെലിക്സ്, പ്രാഥമിക പരിശോധന തുടങ്ങാം. എനിക്ക് കൃത്യമായ ഡേറ്റ വേണം. രുദ്രന്റെ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നുവെങ്കിലും അത് ആ മുറിയിലാകെ പ്രതിധ്വനിച്ചു. ഫെലിക്സ് തന്റെ കറുത്ത പെട്ടി തുറന്നു. അയാൾ 2 നീല നൈട്രൈൽ ഗ്ലൗസുകൾ ധരിച്ചു. അയാൾ ആദ്യം മൃതദേഹത്തിന്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്ന് മറിയാമ്മയുടെ കണ്ണുകൾ 2 വിരലുകൾ കൊണ്ട് പതുക്കെ തുറന്നു പരിശോധിച്ചു. അയാളുടെ കയ്യിലെ ചെറിയ ടോർച്ച് ആ കണ്ണുകളിലേക്ക് വെളിച്ചം വീശി. രുദ്ര, ഇതു നോക്കൂ, ഫെലിക്സ് തികച്ചും യാന്ത്രികമായ സ്വരത്തിൽ പറഞ്ഞു. മൈഡ്രിയാസിസ് ലക്ഷണമുണ്ട്. കണ്ണിലെ കൃഷ്ണമണികൾ അമിതമായി വികസിച്ചിരിക്കുന്നു. മസിൽ റിജിഡിറ്റി വല്ലാതെ കൂടുതലാണ്. ചുണ്ടുകൾക്ക് ചുറ്റും വിചിത്രമായൊരു പിങ്ക് കലർന്ന നിറം. ഇത് സാധാരണ ഹൃദയാഘാതത്തിൽ കാണുന്ന സയനോസിസ് അല്ല. രക്തത്തിലെ ഓക്സിജൻ വലിച്ചെടുക്കാൻ ശരീരകോശങ്ങൾക്ക് കഴിയാത്ത അവസ്ഥ. ഇതൊരു കെമിക്കൽ അസ്ഫിക്സിയേഷനാണ്. ഫെലിക്സ് തന്റെ കിറ്റിൽ നിന്ന് ഒരു ചെറിയ കോട്ടൺ സ്വാബ് എടുത്ത് തറയിൽ ചിതറിക്കിടന്ന സൂപ്പിൽ നിന്നൊരു സാമ്പിൾ ശേഖരിച്ചു. അത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഡിജിറ്റൽ സ്പെക്ട്രോമീറ്ററിലേക്കിട്ടു. ഉപകരണം നിമിഷങ്ങൾക്കകം പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി. സയനൈഡ്, ഹൈഡ്രജൻ സയനൈഡ് അല്ല രുദ്ര. ഈ സാമ്പിളിൽ പൊട്ടാസ്യം അയോണുകളുടെ സാന്നിധ്യമുണ്ട്. അതീവ മാരകമായ പൊട്ടാസ്യം സയനൈഡ്, KCN. ഈ ആട്ടിറച്ചി സൂപ്പിലെ കൊഴുപ്പ് ആ കെമിക്കലിന്റെ രുചിയെയും മണത്തെയും പകുതിയിലധികം മറച്ചുവെച്ചു. പക്ഷെ ഡോസ് വല്ലാതെ കൂടുതലായിരുന്നു. ഒരാനയെ കൊല്ലാനുള്ള വിഷം ഈ ചെറിയ പാത്രത്തിലുണ്ടായിരുന്നു. ഫെലിക്സ് ഉറപ്പിച്ചു പറഞ്ഞു. രുദ്രൻ പതുക്കെ എഴുന്നേറ്റു. അയാളുടെ നോട്ടം ആ മുറിയിലുണ്ടായിരുന്ന ഓരോരുത്തരിലേക്കും നീണ്ടു. റോയ് വിയർത്ത് കുളിച്ചു നിൽക്കുന്നു. അയാൾ തന്റെ കണ്ണുകൾ രുദ്രനിൽ നിന്ന് മാറ്റാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അയാൾക്കിതിൽ പങ്കുണ്ടോ? അമ്മ മരിച്ചാൽ ഈ വലിയ സ്വത്ത് അയാൾക്ക് ലഭിക്കുമല്ലോ. അതോ ആ പാചകക്കാരൻ ദാസനോ? കുറച്ചുനേരം മുൻപ് മറിയാമ്മ ടീച്ചർ അയാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചിരുന്നു. ആ പക തീർക്കാൻ അയാൾ സൂപ്പിൽ വിഷം കലർത്തിയതാണോ? അതോ വളരെ ശാന്തയായി, ഒരു തുള്ളി കണ്ണീര് പോലുമില്ലാതെ ഒരു മൂലയിൽ നിൽക്കുന്ന ആ മരുമകൾ മോണിക്കയോ? ഇതൊരു സാധാരണ കൊലപാതകമല്ലെന്ന് രുദ്രൻ ഉറപ്പായിരുന്നു. ഈ മഞ്ഞിൽ, ഈ വിശുദ്ധമായ തറവാടിന്റെ ചുവരുകൾക്കുള്ളിൽ വളരെ ആസൂത്രിതമായ ഒരു വേട്ട നടന്നിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമായിരിക്കാം. രുദ്രൻ തന്റെ ഡയറി തുറന്നു. അതിൽ അയാൾ ആദ്യത്തെ വരി കുറിച്ചു. വിഷം നൽകിയത് സ്നേഹമുള്ള കൈകളിലൂടെയാണ്. കാത്തിരിക്കുന്നത് വെറുമൊരു കൊലപാതകിയെയല്ല, ഒരു മൃഗത്തെയാണ്. ആ പുലർച്ചെ ഇടുക്കിയുടെ തണുപ്പിലേക്ക് ഒരു വലിയ ഭയത്തിന്റെ വിത്ത് പാകപ്പെട്ടു കഴിഞ്ഞിരുന്നു. അന്വേഷണം അതിന്റെ ആദ്യത്തെ വൃത്തം പൂർത്തിയാക്കുകയാണ്. മറിയാമ്മ ടീച്ചർ മരിക്കുന്നതിന് കൃത്യം 3 ദിവസം മുൻപ് കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിലെ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വിശ്വാസികൾ പുറത്തേക്കിറങ്ങുകയായിരുന്നു. പള്ളിമുറ്റത്തെ തണൽമരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശത്തിനു പോലും ആ മലനിരകളിലെ തണുപ്പിനെ മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. കുർബാന കഴിഞ്ഞ് പടികൾ ഇറങ്ങിവരുന്ന മറിയാമ്മ ടീച്ചറെ കണ്ടപ്പോൾ എല്ലാവരും ആദരവോടെ വഴിമാറി നിന്നു. വെളുത്ത കസവുസാരിയുടെ തുമ്പ് തലയിലൂടെ പുതച്ച് കയ്യിൽ മരമണികൾ കോർത്ത ജപമാലയുമായി അവർ നടന്നു നീങ്ങുമ്പോൾ ഒരു വലിയ പ്രഭാവലയം അവരെ ചുറ്റി നിൽക്കുന്നതുപോലെ തോന്നും. കട്ടപ്പനയിലെ കുടുംബ കൂട്ടായ്മകളിലും പള്ളിക്കാര്യങ്ങളിലും ടീച്ചറുടെ വാക്കാണ് അവസാന വാക്ക്. ആ വാക്കിനെ എതിർക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. പള്ളിമുറ്റത്തിന്റെ ഒരു വശത്ത് ടീച്ചറുടെ സഹോദരൻ പീറ്റർ നിൽപ്പുണ്ടായിരുന്നു. അല്പം പരുക്കൻ സ്വഭാവക്കാരനായ പീറ്റർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടീച്ചറുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല. പീറ്ററിന്റെ മകന്റെ ബിസിനസ് ആവശ്യത്തിനായി കിഴക്കേതിൽ തറവാടിനോട് ചേർന്നുള്ള 1 ഏക്കർ ഏലത്തോട്ടം വിൽക്കാൻ ടീച്ചർ സമ്മതിക്കാത്തതാണ് പ്രധാന കാരണം. മറിയാമ്മേ, നിന്റെ വാശി കാരണം എന്റെ മോൻ തെരുവിലേക്കിറങ്ങേണ്ടി വരും. ആ സ്ഥലം അപ്പൻ തന്നത് നമുക്ക് 2 പേർക്കുമാണ്. പീറ്ററിന്റെ ശബ്ദം പള്ളിമുറ്റത്തെ ആ വിശുദ്ധ അന്തരീക്ഷത്തിൽ ഒരു കല്ലുകടി പോലെ മുഴങ്ങി. ടീച്ചർ തിരിഞ്ഞു നിന്നു.
അവരുടെ കണ്ണുകളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. പീറ്ററെ, ഇത് ദൈവത്തിന്റെ ഭവനമാണ്. ഇവിടെയെങ്കിലും നിന്റെ ഈ പണക്കൊതി കാണിക്കരുത്. ആ ഏലത്തോട്ടം എൻ്റെ ഭർത്താവ് മാത്യു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അത് വിൽക്കാൻ എൻ്റെ മരണം വരെ ഞാൻ സമ്മതിക്കില്ല. നിന്റെ മകൻ കടം വരുത്തിവെച്ചതിന് ഈ തറവാട് മറുപടി പറയേണ്ട കാര്യമില്ല. ടീച്ചറുടെ മറുപടി ഒരു ശസ്ത്രക്രിയ പോലെ കൃത്യവും മൂർച്ചയുള്ളതുമായിരുന്നു. പീറ്റർ ദേഷ്യത്തോടെ പല്ലിറുമ്മി അവിടെ നിന്ന് നടന്നു നീങ്ങി. അവിടെ കൂടി നിന്നവർ പരസ്പരം നോക്കി. ടീച്ചറുടെ ഈ വാശിയാണ് പലപ്പോഴും പലരിലും പക വളർത്തുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. അന്നേ ദിവസം വൈകുന്നേരം കിഴക്കേതിൽ തറവാട്ടിലെ ഉമ്മറത്ത് ടീച്ചർ ഇരിക്കുകയായിരുന്നു. മുന്നിൽ വലിയൊരു പിച്ചളത്തറടത്തിൽ കൊച്ചുമകളുടെ കല്യാണത്തിന് നൽകാനുള്ള സ്വർണ്ണാഭരണങ്ങൾ നിരത്തിവെച്ചിട്ടുണ്ട്. ടീച്ചർ ഓരോന്നായി പരിശോധിച്ചുകൊണ്ടിരുന്നു. ആ സമയം ടീച്ചറുടെ മകൻ റോയ് അങ്ങോട്ട് വന്നു. അയാളുടെ മുഖത്ത് വലിയൊരു സംഘർഷം നിഴലിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി റോയിയുടെ ഫിനാൻസ് ബിസിനസ് തകർന്നു നിൽക്കുകയാണ്. നാട്ടിലെ വൻകിട പലിശക്കാരോട് വലിയ തുക അയാൾ കടം വാങ്ങിയിട്ടുണ്ട്. അവർ ഓരോ ദിവസവും വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുമെന്ന് റോയിയെ ഭീഷണിപ്പെടുത്തുന്ന സമയമാണ്. അമ്മച്ചി, എനിക്ക് 5 ലക്ഷം രൂപയുടെ ഒരു അത്യാവശ്യമുണ്ട്. ഈ കല്യാണത്തിന്റെ ബഹളത്തിനിടയിൽ ആ പലിശക്കാർ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കുടുംബത്തിന് മാനക്കേടാകും. അമ്മച്ചിയുടെ കയ്യിലുള്ള ആ പഴയ തള ഒന്ന് തന്നാൽ എനിക്കത് പണയം വെച്ച് ഈ പ്രശ്നം തീർക്കാമായിരുന്നു. റോയിയുടെ ശബ്ദത്തിൽ ഒരു യാചനയുണ്ടായിരുന്നു. പക്ഷേ മറിയാമ്മ ടീച്ചർ ഒന്ന് തലയുയർത്തി പോലും നോക്കിയില്ല. റോയി, നീ ഉണ്ടാക്കി വെച്ച കുപ്പത്തൊട്ടി നീ തന്നെ വൃത്തിയാക്കണം. നിന്റെ ഈ തോന്നിവാസങ്ങൾക്ക് എൻ്റെ സ്വർണം ഞാൻ തരില്ല. ഈ ആഭരണങ്ങളെല്ലാം നിന്റെ മകൾക്കുള്ളതാണ്. അവളുടേത് അവൾക്ക് കിട്ടും. നിനക്ക് ഒരു പൈസ പോലും ഇതിൽ നിന്ന് ഞാൻ തരില്ല, ടീച്ചർ അറുത്തുമുറിച്ചു പറഞ്ഞു. റോയിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് അയാളുടെ മുഖം ചുവന്നു. അയാൾ ഒന്നും മിണ്ടാതെ വേഗത്തിൽ വീട്ടിനു പുറത്തേക്ക് പോയി. അടുക്കളയിൽ മോണിക്ക തിരക്കിലായിരുന്നു. അവൾ വളരെ ശാന്തയായി തന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവളുടെ കാതുകൾ ഉമ്മറത്ത് നടന്ന സംഭാഷണങ്ങളിലായിരുന്നു. മോണിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വീട് ഒരു തടവറ പോലെയായിരുന്നു. പുറമേ നോക്കുന്നവർക്ക് അവൾ ഭാഗ്യവതിയായ മരുമകളാണ്. പക്ഷേ ഉള്ളിൽ ടീച്ചറുടെ കർക്കശമായ നിയന്ത്രണങ്ങൾ അവളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. ടീച്ചറുടെ മുറി വൃത്തിയാക്കുന്നതു മുതൽ അവർക്കെപ്പോ വെള്ളം വേണം എന്നുവരെ മോണിക്കയുടെ ചുമതലയാണ്. ടീച്ചർക്ക് അല്പം പോലും അശ്രദ്ധ കാണിക്കുന്നത് ഇഷ്ടമല്ല. ഒരിക്കൽ അടുക്കളയിൽ ഒരു പാത്രം കഴുകി വയ്ക്കാത്തതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ടീച്ചർ മോണിക്കയെ ശകാരിച്ചിരുന്നു. ആ അവമാനം ഇന്നും അവരുടെ ഉള്ളിൽ ഒരു ഉണങ്ങാത്ത മുറിവായി കിടക്കുന്നു. ടീച്ചർ അടുക്കളയിലേക്ക് വന്നു. മോണിക്കേ, കല്യാണത്തിന് വരുന്നവർക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയോ? എല്ലാം നല്ല വൃത്തിയായിരിക്കണം. പിന്നെ ആ അടുക്കളയിലെ പണിക്കാരൻ ദാസൻ വന്നിട്ടുണ്ടോ? ടീച്ചർ ചോദിച്ചു. ദാസൻ ആ തറവാട്ടിലെ പഴയ പണിക്കാരനാണ്. പക്ഷെ മദ്യപാനം കാരണം പലപ്പോഴും ടീച്ചറുടെ ശകാരം കേട്ടിട്ടുണ്ട്. ഉണ്ടമ്മച്ചി, ദാസൻ പുറത്തുണ്ട്, മോണിക്ക് പതുക്കെ മറുപടി നൽകി. ടീച്ചർ പുറത്തെ ഷെഡിലേക്ക് നടന്നു. അവിടെ ദാസൻ മദ്യത്തിന്റെ ലഹരിയിൽ ഒരു മൂലയിലിരിക്കുന്നത് കണ്ട ടീച്ചർ അയാളുടെ അടുത്തേക്ക് ചെന്നു. ദാസാ, നീ ഈ പണി നിർത്തി ഇവിടുന്ന് പോയിക്കോ. എന്റെ വീട്ടിൽ കുടിച്ച് ലിവായി നടക്കുന്നവർക്ക് സ്ഥാനമില്ല. നിന്റെ ശമ്പളത്തിന്റെ ബാക്കി നിനക്ക് നാളെ തരും. ഇനി ഇങ്ങോട്ട് കയറരുത്. ടീച്ചറുടെ ശബ്ദം ഒരു ചാട്ടവാറ് പോലെ ദാസന്റെ ദേഹത്ത് പതിച്ചു. ദാസൻ ഒന്നും മിണ്ടിയില്ലെങ്കിലും ടീച്ചർ പോയ ശേഷം അയാൾ നിലത്തെ ഒരു മൺപാത്രം ചവിട്ടിപ്പൊട്ടിച്ചു. അയാളുടെ കണ്ണുകളിൽ ഒരു ഭ്രാന്തമായ പകയുണ്ടായിരുന്നു. മരണത്തിന് 24 മണിക്കൂർ മുൻപ് ടീച്ചർ തന്റെ മുറിയിലിരുന്ന് ഒരു പഴയ ഡയറി എഴുതുകയായിരുന്നു. അതിൽ തന്റെ മരണശേഷം ഈ സ്വത്തുക്കൾ എങ്ങനെ ഭാഗിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. ആ ഡയറിയിലെ വരികൾക്കിടയിൽ പലരുടെയും വിധിയുണ്ടായിരുന്നു. റോയിക്കൊന്നും നൽകരുത്, പീറ്ററിന് അവകാശമില്ല, എല്ലാം കൊച്ചുമകൾക്കും പള്ളിക്കുമായി നീക്കിവച്ചിരിക്കുന്നു. ഈ വിവരങ്ങൾ എങ്ങനെയോ റോയിയുടെ കാതുകളിൽ എത്തിയിരുന്നു. അന്ന് രാത്രി റോയിയും പീറ്ററും വീടിന്റെ പിൻവശത്തുള്ള കാപ്പിക്കാട്ടിൽ വെച്ച് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവൾ മരിക്കാതെ നമുക്ക് രക്ഷയില്ല പീറ്ററെ. ആ വിൽപത്രം മാറ്റിയെഴുതിയാൽ നമ്മൾ തെണ്ടിയാവും. റോയിയുടെ ആ വാക്കുകൾ ആ മഞ്ഞിൽ അലിഞ്ഞുപോയി. എങ്കിലും പ്രകൃതി അത് സാക്ഷ്യം വഹിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി രുദ്രൻ മറിയാമ്മ ടീച്ചറുടെ മുറിയിൽ പരിശോധന നടത്തുകയായിരുന്നു. അയാളുടെ മുന്നിൽ ആ പഴയ ഡയറി തുറന്നിരിപ്പുണ്ട്. ഓരോ പേജും അയാൾ സൂക്ഷ്മമായി പരിശോധിച്ചു. ഡയറിയുടെ അവസാന പേജുകളിൽ ടീച്ചർ ചില ഭയങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നു. വീട്ടിലെ വായുവിന് മാറ്റം വരുന്നു. എന്നെ ആരെങ്കിലും നിരീക്ഷിക്കുന്നത് പോലെ തോന്നുന്നു. എന്റെ മരുമകൾ മോണിക്ക, അവൾ അമിതമായി ശാന്തയാണ്. ആ ശാന്തത എന്നെ പേടിപ്പിക്കുന്നു. രുദ്രൻ ആ വരികൾക്ക് താഴെ അടിവരയിട്ടു. ഫെലിക്സ് ടീച്ചറുടെ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ചുകൊണ്ടിരുന്നു. രുദ്ര, ഒരു കാര്യം ശ്രദ്ധിച്ചോ? ടീച്ചർക്ക് പ്രഷറിന് നൽകിയിരുന്ന ഗുളികകളുടെ കവറിൽ ചില മാറ്റങ്ങളുണ്ട്.
ഒരു ഗുളികയുടെ നിറം മറ്റുള്ളവയേക്കാൾ അല്പം വെളുത്തിരിക്കുന്നു. ഇത് സാധാരണ ഗുളികയല്ല. ഇതൊരു പ്ലാസിബോ അല്ലെങ്കിൽ മാരകമായ മറ്റെന്തെങ്കിലും രാസവസ്തു ആകാനോ സാധ്യതയുണ്ട്. പക്ഷേ ഇത് പരീക്ഷിക്കാൻ നമുക്ക് ലബോറട്ടറി ടെസ്റ്റ് വേണം. രുദ്രൻ: അപ്പോ കുഞ്ഞുമോൻ പറഞ്ഞത് ശരിയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ടീച്ചറെ കൊല്ലാനുള്ള ശ്രമം കുറേ നാളുകളായി തുടങ്ങിയിട്ടുണ്ട്. പീറ്ററിന് സ്വത്ത് വേണം, റോയ്ക്ക് കടം തീർക്കണം, ദാസന് അപമാനത്തിന് പ്രതികാരം ചെയ്യണം. എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട്. പക്ഷേ ആട്ടിറച്ചി സൂപ്പിൽ വിഷം കലർത്താനുള്ള ധൈര്യം ആരുടേതാണ്? രുദ്രൻ പതുക്കെ മുറ്റത്തേക്കിറങ്ങി. അവിടെ കല്യാണപ്പന്തൽ ഒരു ശവശരീരം പോലെ നിശബ്ദമായിരുന്നു. അയാൾ തന്റെ ഡയറിയിൽ പതുക്കെ എഴുതി: വിശുദ്ധിയുടെ മൂടുപുടമണിഞ്ഞ ഈ തറവാട്ടിലെ ഓരോ ചുമരുകൾക്കും ഓരോ കൊലപാതകത്തിന്റെ കഥ പറയാനുണ്ട്. നാം കാണുന്നതല്ല സത്യം. മഞ്ഞിനടിയിൽ ഒളിച്ചിരിക്കുന്ന ചതിക്കുഴികൾ ഓരോന്നായി വെളിപ്പെടാൻ പോകുകയാണ്. സമയം എപ്പോഴും ഒരു ചതിക്കുഴിയാണ്. അത് ചിലപ്പോൾ സാവധാനമൊഴുകും, മറ്റു ചിലപ്പോൾ ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞുപോകും. പക്ഷെ ഒരു കുറ്റാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം സമയമെന്നത് ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത ചില അടയാളങ്ങളുടെ കൂട്ടമാണ്. ഡോക്ടർ ഫെലിക്സ് തോമസ് തന്റെ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് കണ്ണുകൾ കൂർപ്പിച്ചു നിന്നു. സ്ക്രീനിൽ നീല വെളിച്ചത്തിൽ വിരിയുന്നത് കിഴക്കേതിൽ തറവാടിന്റെ ഡിജിറ്റൽ മാപ്പിംഗ് ആണ്. അയാളുടെ വിരലുകൾ കീബോർഡിൽ അതിവേഗത്തിൽ ചലിച്ചു. രുദ്രൻ നായർ ഒരു ശില്പിയെപ്പോലെ നിശ്ചലനായി അയാളുടെ പിന്നിൽ നിന്നു. അയാളുടെ നോട്ടം പകുതി അടഞ്ഞ നിലയിലായിരുന്നു. മറിയാമ്മ ടീച്ചർ മരിച്ചത് പുലർച്ചെ 3:10 പക്ഷെ ആ കൊലപാതകം തുടങ്ങിയത് ആ നിമിഷത്തിലല്ല. അതിനെത്രയോ മണിക്കൂറുകൾക്ക് മുൻപേ മരണത്തിന്റെ തിരക്കഥ എഴുതപ്പെട്ടു കഴിഞ്ഞിരുന്നു. രുദ്ര, ഈ കാണുന്നത് വീട്ടിലെ വൈഫൈ റൂട്ടറിന്റെ ലോഗ് ഡേറ്റയാണ്. രാത്രി 1-നും 3-നും ഇടയിൽ ഈ വീടിനുള്ളിലെ ഡിജിറ്റൽ ട്രാഫിക് വളരെ വിചിത്രമായിരുന്നു. ഫെലിക്സ് ഒരു ഗ്രാഫ് ചൂണ്ടിക്കാണിച്ചു. രാത്രി 1:15 റോയിയുടെ ഫോണിൽ നിന്ന് ഒരു വിദേശ നമ്പറിലേക്ക് ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൃത്യം 10 മിനിറ്റിന് ശേഷം വീടിന്റെ പിൻഭാഗത്തെ ക്യാമറ ആരോ മനഃപൂർവ്വം ഡിസ്കണക്ട് ചെയ്തു. 1 മിനിറ്റ് നേരത്തേക്ക് മാത്രം. ആ 1 മിനിറ്റിലാണ് പുറത്തുനിന്നൊരാൾ ഉള്ളിലേക്ക് കടന്നത്. രുദ്രൻ പതുക്കെ കണ്ണുകൾ തുറന്നു. അയാൾ മറിയാമ്മ ടീച്ചറുടെ മുറിയിലെ ജനാലയിലൂടെ പുറത്തെ കനത്ത മഞ്ഞിലേക്ക് നോക്കി. ആ വന്നത് പീറ്റർ ആയിരിക്കണം ഫെലിക്സ്. കുഞ്ഞുമോൻ പറഞ്ഞത് ഓർമ്മയില്ലേ? പീറ്ററിന്റെ വീട് ഇവിടുന്ന് 5 കിലോമീറ്റർ അകലെയാണ്. പക്ഷെ അയാളുടെ ഫോൺ ലൊക്കേഷൻ പുലർച്ചെ 2 മണിക്ക് ഈ വീടിന്റെ തൊട്ടടുത്തുള്ള ടവറിലാണ് കാണിക്കുന്നത്. ഒരു സഹോദരൻ എന്തിനാണ് തന്റെ പെങ്ങളുടെ മരണം നടക്കുന്ന രാത്രിയിൽ ഒളിച്ചു പതുങ്ങി ഇവിടെ വന്നത്? ഫോറൻസിക് ടൈം ലൈൻ. വിക്ടിം മറിയാമ്മ രാത്രി 1:10 വരാന്തയിലെ CCTVക്ക് മുൻപിലൂടെ മുറിയിലേക്ക് കയറുന്നു. 1:25 നെറ്റ്വർക്കിലെ അനോമലി. ബാക്ക്ഡോർ CCTV 62 സെക്കൻഡുകൾക്ക് നിശ്ചലമാകുന്നു. 1:45 റോയ് മുറിവിട്ട് വരാന്തയിലേക്ക് വരുന്നു. ഒരു സിഗരറ്റ് തിലക്കുന്നു. 2:10 മൊബൈൽ പിങ്ങിലൂടെ പീറ്ററിന്റെ ഫോൺ 200 മീറ്റർ അകലത്തിൽ ദണ്ഡിക്കപ്പെടുന്നു. 2:30 കിണറ്റിനടുത്ത് വ്യക്തമല്ലാത്ത ഒരു വാക്തർക്കം കേൾക്കുന്നു. ദാസനിന്റെ വിവരണം. 2:55 മോണിക്ക അവസാനത്തെ ആഹാരം തയ്യാറാക്കുന്നു, മട്ടൻ സൂപ്പ്. 3:05 മറിയാമ്മ മുറിവിട്ട് വരാന്തയിലിരിക്കുന്നു. 3:10 ദ ഫ്ലാഷ് പോയിന്റ്. വിഷാംശമുള്ളിൽ ചെല്ലുന്നു, തക്ഷണം കുഴഞ്ഞു വീഴുന്നു. ഈ സമയക്രമം രുദ്രന്റെ മനസ്സിൽ ഒരു വലിയ ചതുരംഗക്കളമായി മാറി. അയാൾ ഓരോ കരുക്കളെയും അതിന്റെ സ്ഥാനത്ത് വെച്ചു. പീറ്റർ, റോയ്, ദാസൻ. 3 പേർക്കും മറിയാമ്മ ടീച്ചറോട് കടുത്ത പകയുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും സംശയാസ്പദമായത് ആ അവസാനത്തെ 15 മിനിറ്റുകളാണ്. രുദ്രൻ താഴെ വരാന്തയിലേക്ക് നടന്നു. അവിടെ കുഞ്ഞുമോൻ ഒരു ചെറിയ കുട്ടിയോട് സംസാരിക്കുന്നതുപോലെ ഒരു പണിക്കാരനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞുമോന്റെ ആ പ്രത്യേകമായ ഡിസാമിംഗ് ശൈലി. അയാൾ ആ പണിക്കാരന്റെ കയ്യിൽ ഒരു പൊതിമിഠായി കൊടുക്കുന്നത് രുദ്രൻ കണ്ടു. അപ്പോ ദാസ, നീ പറഞ്ഞത് രാത്രി 2 മണിക്ക് കിണറ്റിനടുത്ത് വെച്ച് റോയിച്ചനും പീറ്റർ സാറും തമ്മിൽ വലിയൊരു തർക്കം നടന്നു എന്നല്ലേ? കുഞ്ഞുമോന്റെ ശബ്ദം വളരെ സൗമ്യമായിരുന്നു. ദാസൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തന്റെ തല തടവി. അതേ കുഞ്ഞുമോൻ സാറേ, ഞാൻ കഞ്ഞിക്ക് കപ്പ കഷണങ്ങൾ അരിയാൻ വേണ്ടി പന്തലിനു പിന്നിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കണ്ടത്. പീറ്റർ സാർ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവൾ മരിക്കാതെ നമുക്ക് രക്ഷയില്ല റോയ് എന്ന് പീറ്റർ സാർ പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. സാറേ, എനിക്ക് പേടിയാകുന്നു. അവരറിഞ്ഞാൽ എന്നെ വെറുതെ വിടില്ല. കുഞ്ഞുമോൻ രുദ്രനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി. ആ ഒരു വിവരം മതിയായിരുന്നു പീറ്ററിലേക്ക് സംശയത്തിന്റെ മുന തിരിക്കാൻ.
രുദ്രൻ പതുക്കെ പീറ്ററുടെ അടുത്തേക്ക് നടന്നു. പീറ്റർ അപ്പോൾ പന്തലിന്റെ ഒരു മൂലയിലിരുന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. രുദ്രനെ കണ്ടതും അയാൾ പെട്ടെന്ന് ഫോൺ പോക്കറ്റിലിട്ടു. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. വിരലുകൾ താനെ വിറയ്ക്കുന്നുണ്ട്. ഇതൊരു കുറ്റബോധമുള്ള മനുഷ്യന്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ പിടി വീഴുമെന്ന് ഭയക്കുന്ന ഒരാളുടെ. പീറ്റർ സാർ, രാത്രി 2 മണിക്ക് നിങ്ങളിവിടെ എന്തിനാണ് വന്നത്? രുദ്രന്റെ ചോദ്യം ഒരു ഈർച്ചവാള് പോലെ പീറ്ററുടെ ചെന്നിയിൽ പതിച്ചു. പീറ്റർ ഒന്ന് പതറി. ഞാൻ വന്നില്ലല്ലോ. ഞാൻ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. ഈ പുലർച്ചെയാണ് ഇങ്ങോട്ട് വന്നത്. രുദ്രൻ പതുക്കെ ചിരിച്ചു. അതൊരു വേട്ടക്കാരന്റെ ചിരിയായിരുന്നു. നുണ പറയുന്നതിനു മുൻപ് ഈ ഹൈറേഞ്ചിലെ ടവറുകളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണമായിരുന്നു. നിങ്ങളുടെ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു പീറ്റർ. നിങ്ങൾ കിണറ്റിനടുത്തു വെച്ച് റോയിയുമായി സംസാരിച്ചതും ഈ നാട്ടിലെ കാറ്റുകൾ സാക്ഷിയാണ്. പീറ്ററുടെ മുഖം വിളറി വെളുത്തു. അയാൾ വിയർക്കാൻ തുടങ്ങി. സാർ, അത് ഞാൻ റോയിയെ ഒന്ന് കാണാൻ വന്നതാണ്. അവന് കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു. അമ്മച്ചിയോട് സംസാരിക്കാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ രുദ്രൻ അത് കേട്ട ഭാവം നടിച്ചില്ല. അയാളുടെ ശ്രദ്ധ പീറ്ററുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിലായിരുന്നു. രുദ്രൻ പതുക്കെ ആ കവർ പുറത്തെടുത്തു. അതിനുള്ളിൽ നേർത്ത സ്വർണ്ണ നിറത്തിലുള്ള ഒരു പൊടിയുണ്ടായിരുന്നു. രുദ്രൻ അത് ഫെലിക്സിന് നേരെ നീട്ടി. ഫെലിക്സ്, ഇതൊന്ന് അനലൈസ് ചെയ്യൂ. ഇത് സയനൈഡ് ആകാൻ സാധ്യതയുണ്ടോ? ഫെലിക്സ് ആ പൊടി വാങ്ങി തന്റെ ഡിജിറ്റൽ സ്പെക്ട്രോമീറ്ററിൽ പരിശോധിച്ചു. രുദ്ര, ഇത് സയനൈഡ് അല്ല. ഇതൊരു തരം കീടനാശിനിയാണ്, ഓർഗാനോഫോസ്ഫേറ്റ്. പക്ഷേ ഇതിന്റെ ഗന്ധം സയനൈഡിന് സമാനമാണ്. ഇതെന്തിനാണ് പീറ്റർ കൈവശം വെച്ചിരിക്കുന്നത്? പീറ്റർ പതുക്കെ നിലത്തിരുന്നു. ഞാനത് എലികളെ കൊല്ലാൻ വാങ്ങിയതാണ് സാർ. രുദ്രൻ കുഞ്ഞുമോനെ നോക്കി. കുഞ്ഞുമോൻ പീറ്ററുടെ അടുത്തേക്ക് വന്ന് അയാളുടെ തോളിൽ കൈവച്ചു. എലികളെ കൊല്ലാൻ ഇത്രയും വലിയ ഡോസ് എന്തിനാ പീറ്റർ സാറേ? മറിയാമ്മ ടീച്ചറുടെ സൂപ്പിൽ ഇത് കലർത്തിയത് നിങ്ങളാണോ? അവിടെ കൂടി നിന്നവർക്കിടയിൽ വലിയൊരടക്കം പറച്ചിലുണ്ടായി. എല്ലാവരും പീറ്ററിനെ ഒരു കൊലയാളിയെപ്പോലെ നോക്കാൻ തുടങ്ങി. റോയി അങ്ങോട്ട് ഓടിവന്ന് പീറ്ററുടെ കോളറിൽ പിടിച്ചു. ചതിയ, നീ എൻ്റെ അമ്മയെ കൊന്നല്ലേ? സ്വത്തിനു വേണ്ടിയല്ലേ നീ ഇത് ചെയ്തത്? റോയിയുടെ കരച്ചിൽ ആ അന്തരീക്ഷത്തെ കൂടുതൽ വികാരഭരിതമാക്കി. പീറ്റർ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. യെസ്, ഇതാ സുരക്ഷിതമായ ഒരിര. എല്ലാവരും വിശ്വസിക്കുന്നു ഇതാണ് കൾപ്രിറ്റ്. പീറ്ററിന് മോട്ടീവുണ്ട്. അയാൾ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ വിഷാംശമുള്ള പൊടിയുണ്ട്. രുദ്ര, വേഗം ഇങ്ങോട്ട് വരൂ. ഫെലിക്സിന്റെ അലർച്ച എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു. രുദ്രൻ പതുക്കെ നടന്ന് ലാബിനടുത്തെത്തി. ഫെലിക്സിന്റെ മുന്നിലുള്ള സ്ക്രീനിൽ മറിയാമ്മ ടീച്ചറുടെ ആമാശയത്തിലെ സ്രവങ്ങളുടെ ഗ്യാസ്ട്രിക് കോണ്ടന്റ് റിപ്പോർട്ട് തെളിഞ്ഞു നിൽക്കുന്നു. നമ്മൾ തെറ്റായ വഴിയിലാണോ രുദ്ര? ടീച്ചറുടെ വയത്തിൽ കണ്ടത് പീറ്ററുടെ കയ്യിലുണ്ടായിരുന്ന ഓർഗാനോഫോസ്ഫേറ്റ് അല്ല, അതൊരു പ്യോർ സൈനൈഡ് തന്നെയാണ്. പക്ഷേ അത് നൽകിയ രീതി, അത് അതീവ വിചിത്രമാണ്. ഫെലിക്സ് ഒരു ചിത്രം സൂം ചെയ്തു. ഈ സൂപ്പിന്റെ അംശങ്ങൾക്കിടയിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് ഇഴ, പോളിമർ ഫൈബർ കണ്ടു. ഇത് സാധാരണയായി മെഡിക്കൽ സർജറിയിൽ ഉപയോഗിക്കുന്ന തരം നൂലാണ്. അതായത് സൈനൈഡ് വെറും ഒരു പൊടിയായല്ല നൽകിയത്, അതൊരു ചെറിയ ക്യാപ്സ്യൂളിനുള്ളിലാക്കി ആ നൂലിൽ കെട്ടി ടീച്ചറുടെ തൊണ്ടയിലേക്ക് ഇറക്കിവിട്ടതാണ്. അത് വയറ്റിലെത്തി മിനിറ്റുകൾക്ക് ശേഷം മാത്രമേ പൊട്ടിത്തെറിക്കൂ. അപ്പോൾ കൊലയാളിക്ക് അവിടെ നിന്ന് മാറാൻ കൃത്യമായ സമയം ലഭിക്കും. രുദ്രൻ നിശ്ചലനായി നിന്നു. പീറ്ററിനെ പോലെ ഒരു പരുക്കൻ മനുഷ്യന് ഇത്രയും സൂക്ഷ്മമായ ഒരു കൊലപാതക രീതി പ്ലാൻ ചെയ്യാൻ കഴിയില്ല. ഇതൊരു ശാസ്ത്രജ്ഞന്റെയോ അല്ലെങ്കിൽ അതീവ ബുദ്ധിയുള്ള ഒരാളുടെ പണിയാണ്. രുദ്രൻ തന്റെ ഡയറി എടുത്ത് പീറ്ററുടെ പേരിനു മുകളിൽ ഒരു ചോദ്യചിഹ്നമിട്ടു. അയാളുടെ നോട്ടം വീണ്ടും ആ വീടിന്റെ ഉമ്മറത്ത് ശാന്തയായി എല്ലാവർക്കും ചായ പകർന്നു നൽകുന്ന മോണിക്കയിലേക്ക് നീണ്ടു. അവൾ അപ്പോഴും ശാന്തയാണ്. ഒരു കൊലപാതകം നടന്ന വീടാണോ ഇതെന്ന് തോന്നിപ്പോകുന്നത്രയും സ്വാഭാവികതയോടെ അവൾ എല്ലാവരെയും ശുശ്രൂഷിക്കുന്നു. സമയം പുലർച്ചെ 5 മണി. മഞ്ഞിപ്പോഴും മലനിരകളെ വിട്ടുപോയിരുന്നില്ല. അന്വേഷണം പീറ്ററിൽ നിന്ന് പതുക്കെ വഴിമാറുകയാണ്. പക്ഷേ ആ വഴി അവസാനിക്കുന്നത് എവിടെയാണെന്ന് രുദ്രന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അയാൾ തന്റെ ഡയറിയിൽ പതുക്കെ കുറിച്ചു. സത്യം ഒരു ഒറിഗാമി പക്ഷിയെപ്പോലെയാണ്. ഓരോ മടക്കിനുള്ളിലും മറ്റൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടാകും. നമ്മൾ കാണുന്ന ഈ ചിത്രം അന്തിമമല്ല. പുലർച്ചെ 6 മണി. ഇടുക്കിയുടെ ആകാശം ചാരനിറത്തിലുള്ള ഒരു പുകമറയ്ക്കുള്ളിലായിരുന്നു. കിഴക്കേതിൽ തറവാട്ടിലെ ഉമ്മറത്ത് വായുവിന് ഈർപ്പത്തിന്റെയും മരണത്തിന്റെയും മടുപ്പിക്കുന്ന ഗന്ധമുണ്ടായിരുന്നു. പീറ്ററെ ചോദ്യം ചെയ്തതിനു ശേഷം രുദ്രൻ നായർ മുറ്റത്ത് വന്നു നിന്നു. അയാളുടെ നോട്ടം ദൂരെയുള്ള തേയിലത്തോട്ടങ്ങളിലേക്കായിരുന്നു. അവിടെ മഞ്ഞു പതുക്കെ താഴേക്ക് അമരുന്നു. പീറ്റർ ഒരു പുകമറ മാത്രമായിരുന്നു. അയാളുടെ കൈകൾ അശുദ്ധമായിരിക്കാം, പക്ഷേ മറിയാമ്മ ടീച്ചറുടെ മരണത്തിനു പിന്നിലെ ആ ശാസ്ത്രീയ കൃത്യത അയാളുടേതല്ല. അപ്പോൾ പിന്നെ ആര്?
രുദ്രന്റെ മനസ്സിൽ ആ ചോദ്യം ഒരു മന്ത്രം പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. അകത്തെ ഹാളിൽ ഡോക്ടർ ഫെലിക്സ് തോമസ് തന്റെ മൊബൈൽ ലാബിൽ ഒരു മജീഷ്യനെപ്പോലെ തിരക്കിലായിരുന്നു. അയാളുടെ കയ്യിലെ പിപ്പറ്റുകൾ ഓരോ നിമിഷവും ഓരോ തുള്ളി ലായനികൾ ടെസ്റ്റ് ട്യൂബുകളിലേക്ക് പകർന്നുകൊണ്ടിരുന്നു. ഫെലിക്സിന്റെ ലോകത്ത് വികാരങ്ങളില്ല, വെറും രാസപ്രവർത്തനങ്ങൾ മാത്രം. അയാൾ കണ്ടെത്തിയ ആ പോളിമർ ഫൈബർ നൂൽ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ആ നൂലിന്റെ ഉറവിടം എവിടെയാണ് എന്നതായിരുന്നു അയാളുടെ അടുത്ത ലക്ഷ്യം. ഈ സമയം കുഞ്ഞുമോൻ കട്ടപ്പന ടൗണിലെ ഒരു പ്രത്യേക സംഘത്തെ സന്ദർശിക്കുകയായിരുന്നു. പലിശയ്ക്ക് പണം കൊടുക്കുന്ന, ഹൈറേഞ്ചിലെ കറുത്ത ഇടപാടുകൾ നിയന്ത്രിക്കുന്ന മുണ്ടക്കയം ഷാജിയുടെ താവളം. കുഞ്ഞുമോൻ തന്റെ ഖാക്കി ഷർട്ട് ഊരി ബൈക്കിന്റെ സീറ്റിൽ വെച്ചു. അയാൾ ആ ഷാജിയുടെ മുന്നിൽ ഒരു പോലീസുകാരനായല്ല, മറിച്ച് വിവരങ്ങൾക്കായി ദാഹിക്കുന്ന ഒരു നാട്ടുകാരനായിട്ടാണ് ചെന്നത്. ഷാജിയുടെ കയ്യിൽ മറിയാമ്മ ടീച്ചറുടെ മകൻ റോയിയുടെ പല രേഖകളുമുണ്ടായിരുന്നു. "അപ്പോ ഷാജിയേട്ടാ, റോയിച്ചൻ ഇത്ര വലിയ തുക കടം വാങ്ങിയത് ടീച്ചർ അറിഞ്ഞിരുന്നോ?" കുഞ്ഞുമോൻ ഒരു സിഗരറ്റ് ഷാജിക്ക് നേരെ നീട്ടി. ഷാജി അത് വാങ്ങി പുകച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു. "ടീച്ചർ അറിഞ്ഞാൽ റോയിയുടെ തല കാണില്ല കുഞ്ഞുമോനെ. പക്ഷെ കഴിഞ്ഞ ആഴ്ച റോയി എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഇനി വെറും 7 ദിവസം ഷാജി, അത് കഴിഞ്ഞാൽ നിനക്ക് വേണ്ട പണം ഞാൻ തരും എന്നാണ്. അവൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. അമ്മ മരിക്കുമെന്ന് അവൻ ഉറപ്പുള്ളതുപോലെയാണ് അവൻ സംസാരിച്ചത്." കുഞ്ഞുമോൻ ഉടൻ തന്നെ ആ വിവരം രുദ്രന് കൈമാറി. രുദ്രൻ പതുക്കെ റോയിയുടെ മുറിയിലേക്ക് നടന്നു. റോയി അപ്പോൾ കട്ടിലിൽ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. അയാളുടെ വസ്ത്രങ്ങൾ ആകെ അലങ്കോലമായി കിടക്കുന്നു. രുദ്രൻ മുറിയിലെ അലമാരകൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. ഓരോ ഫയലുകളും ഓരോ വസ്ത്രങ്ങളും അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പെട്ടെന്നാണ് രുദ്രന്റെ കണ്ണുകൾ റോയിയുടെ ആ കറുത്ത കോട്ടിന്റെ പോക്കറ്റിലുടക്കിയത്. അയാൾ പതുക്കെ ആ പോക്കറ്റിൽ കൈയിട്ടു. പുറത്തെടുത്തത് വളരെ ചെറിയൊരു പ്ലാസ്റ്റിക് കവറായിരുന്നു. രുദ്രൻ ശാന്തമായി റോയിയുടെ മുന്നിലിരുന്ന്, "റോയി, ഈ കവർ ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് എടുത്തത്. ഇതിനുള്ളിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?" റോയി വിറയ്ക്കുന്ന ശബ്ദത്തിൽ, അത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന നൂലാണ് സാർ. ഞാൻ ഇടയ്ക്ക് പോകാറുള്ളതാണ്." രുദ്രൻ കണ്ണുകളിലേക്കുറ്റുനോക്കി. "മീൻ പിടിക്കാൻ സർജിക്കൽ പോളിമർ ഫൈബർ ഉപയോഗിക്കാറില്ല റോയി. ഈ നൂലിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വയറ്റിലെ ആസിഡുമായി ചേരുമ്പോൾ പതുക്കെ അലിഞ്ഞു പോകും. പക്ഷേ നിങ്ങളുടെ അമ്മയുടെ ആമാശയത്തിൽ ഇതിന്റെ അംശങ്ങൾ ഇപ്പോഴുമുണ്ട്. ഈ നൂലിൽ കെട്ടിയാണോ നിങ്ങൾ ആ വിഷഗുളിക അമ്മയുടെ സൂപ്പിൽ കലർത്തിയത്?" "രുദ്ര, വേഗം വരൂ, ഐ ഗോട്ട് ഇറ്റ്." ഫെലിക്സിന്റെ അലർച്ച കേട്ട് രുദ്രൻ ഓടി അയാളുടെ അടുത്തേക്ക് ചെന്നു. ഫെലിക്സ് ഒരു ഡിജിറ്റൽ സ്പെക്ട്രം അനാലിസിസ് സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. "ഈ നൂൽ റോയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ നമ്മൾ വലിയൊരു ചതിയിലാണ് രുദ്ര. നോക്കൂ, റോയുടെ കയ്യിലുള്ള നൂലും ടീച്ചറുടെ വയറ്റിൽ നിന്ന് കിട്ടിയ നൂലും തമ്മിൽ കെമിക്കൽ സ്ട്രക്ചറിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. റോയുടേത് സാധാരണ സിന്തറ്റിക് നൂലാണ്, പക്ഷേ ടീച്ചറുടെ ശരീരത്തിലുണ്ടായിരുന്നത് മെഡിക്കൽ ഗ്രേഡ് ബയോ അബ്സോർബിൾ നൂലാണ്. ഇത് സാധാരണ ലാബുകളിൽ പോലും കിട്ടില്ല." രുദ്രൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അപ്പോൾ റോയ് പ്ലാൻ ചെയ്ത കൊലപാതകം വേറെ ആരോ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. റോയ് വിചാരിക്കുന്നത് അയാൾ കൊടുത്തെന്നാണ്, പക്ഷേ യഥാർത്ഥ വിഷമടങ്ങിയ ക്യാപ്സ്യൂൾ അവിടെ എത്തിയത് മറ്റൊരു വഴിക്കാണ്. ഫെലിക്സ്, ഈ വീടിനുള്ളിൽ മറ്റൊരാൾ കൂടി കളിക്കുന്നുണ്ട്. നമ്മൾ റോയിയെ ലോക്ക് ചെയ്യാൻ പോകുമ്പോൾ യഥാർത്ഥ കൊലയാളി നമ്മളെ നോക്കി ചിരിക്കുകയാണ്. രുദ്രൻ പതുക്കെ മുറ്റത്തേക്കിറങ്ങി. അവിടെ കല്യാണപ്പന്തലിൽ കാറ്റേറ്റാടിക്കൊണ്ടിരിക്കുന്ന ഒരു തോരണം അയാൾ കണ്ടു. അത് മുറിഞ്ഞു തൂങ്ങിക്കിടക്കുകയായിരുന്നു. രുദ്രൻ തന്റെ ഡയറിയിൽ എഴുതി, "വ്യൂഹത്തിലെ ഇഴകൾ പതുക്കെ വേർപ്പെടുകയാണ്. റോയ് ഒരു ഇര മാത്രമാണ്. സത്യം ഈ മഞ്ഞിനേക്കാൾ തണുപ്പുള്ളതാണ്. വരാനിരിക്കുന്ന നിമിഷങ്ങൾ കൊച്ചിയിലെയും ഗോവയിലെയും ആ പഴയ ചതികളുടെ ആവർത്തനമാകുമോ? അന്വേഷണം ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. റോയിയുടെ കുറ്റസമ്മതം പോലും ഒരു പുകമറയായി മാറിയിരിക്കുന്നു. ഇടുക്കിയുടെ ഈ കനത്ത മഞ്ഞിൽ വിശുദ്ധിയുടെ മൂടുപടമണിഞ്ഞ യഥാർത്ഥ പിശാചിനെ രുദ്രൻ എങ്ങനെ കണ്ടെത്തും? സമയം അതിവേഗം പാഞ്ഞുപോയിക്കൊണ്ടിരുന്നു. ഉച്ചകഴിഞ്ഞ് 2 PM. കട്ടപ്പന ടൗണിലെ തിരക്കുകളിൽ നിന്ന് മാറി മഞ്ഞുപുതച്ച ഒരു ചെറിയ കുന്നിൻ ചെരുവിലെ ചായക്കട. അന്തരീക്ഷത്തിൽ കനത്ത തണുപ്പുണ്ടെങ്കിലും രുദ്രന്റെയും സംഘത്തിന്റെയും ഉള്ളിൽ ഒരു വലിയ ശൂന്യതയായിരുന്നു. റോയിയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ നൂലും ടീച്ചറുടെ വയറ്റിൽ കണ്ട നൂലും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. രുദ്രൻ നായർ കടയുടെ മൂലയിലുള്ള ഒരു മരബെഞ്ചിൽ ചാരിയിരുന്നു. അയാളുടെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിട്ടുണ്ട്.
കഴിഞ്ഞ 30 മണിക്കൂറുകളായി അയാൾ ഉറങ്ങിയിട്ടില്ല. മുന്നിലിരുന്ന കറുത്ത കാപ്പിയിലേക്ക് അയാൾ ശൂന്യമായി നോക്കിയിരുന്നു. റോയി ഒരു കൊലപാതകിയാകാൻ ശ്രമിച്ചത് സത്യമാണ്. പക്ഷേ അയാൾ കൊടുത്ത വിഷമല്ല ടീച്ചറെ കൊന്നത്. അപ്പോൾ യഥാർത്ഥ വിഷം അവിടെ എങ്ങനെയെത്തി? അല്പമകലെ ഡോക്ടർ ഫെലിക്സ് തോമസ് വല്ലാത്തൊരു വെപ്രാളത്തിലായിരുന്നു. തന്റെ ഡിജിറ്റൽ സ്പെക്ട്രോമീറ്ററും ലാപ്ടോപ്പും ഒരു തുണി കൊണ്ട് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. സർ, ഈ കടയുടെ വൃത്തി നോക്കൂ. ഈ ഈച്ചകൾ, ഈ ബെഞ്ചിലെ പൊടി, എനിക്ക് ശ്വാസം മുട്ടുന്നു. ഫെലിക്സ് തന്റെ കയ്യിലുള്ള ഹാൻഡ് സാനിറ്റൈസർ രണ്ടാമതും കൈകളിൽ പുരട്ടി. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ മഴയും ചെളിയും വലിയൊരു ഹൈജീൻ ദുരന്തമാണ്. ഈ സമയം കുഞ്ഞുമോൻ ഒരു കടലാസ് പൊതിയുമായി അങ്ങോട്ട് വന്നു. സർ, ഇതിന് നല്ല രുചിയാ. ഇവിടത്തെ ചൂടുള്ള പരിപ്പുവടയാ. കുഞ്ഞുമോൻ ആവേശത്തോടെ രുദ്രന് നേരെ പൊതി നീട്ടി. രുദ്രൻ ഒരു പരിപ്പുവടയെടുത്ത് പതുക്കെ കടിച്ചെങ്കിലും അയാളുടെ ശ്രദ്ധ പള്ളിയിലെ വികാരി പറഞ്ഞ ഒരു കാര്യത്തിലായിരുന്നു. കുഞ്ഞുമോൻ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? രുദ്രൻ കാപ്പി ഊതി ചുടിച്ചുകൊണ്ട് ചോദിച്ചു. നാട്ടുകാർക്കെല്ലാം മോണിക്കയോട് വല്ലാത്തൊരു സഹതാപമാണ്. പാവം മോണിക്ക. ആദ്യം മാത്യു സാറ് പോയി, പിന്നെ മകൾ എൽസി പോയി, ഇപ്പോൾ ടീച്ചറമ്മയും. ഒരു കുടുംബത്തിലെ എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് മരിക്കുമ്പോൾ ആരും എന്തുകൊണ്ട് സംശയിച്ചില്ല? കുഞ്ഞുമോൻ പരിപ്പുവട ചവയ്ക്കുന്നത് നിർത്തി. അതാണ് സാർ ഇതിലെ തമാശ. ഓരോ മരണം കഴിയുമ്പോഴും മോണിക്ക കൂടുതൽ കൂടുതൽ വിശുദ്ധയായിക്കൊണ്ടിരുന്നു. അവൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാവരെയും ശുശ്രൂഷിക്കും. അതുകൊണ്ട് ആർക്കും അവൾ ഒരു കൊലപാതകിയാകുമെന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഫെലിക്സ് തന്റെ ഗ്ലാസ് തുടച്ചുകൊണ്ട് ഇടയിൽ കയറി. സയന്റിഫിക്കലി സ്പീക്കിംഗ്, ഇതൊരു ഏഞ്ചൽ ഓഫ് ഡെത്ത് സിൻഡ്രോമാകാം. മറ്റുള്ളവരുടെ ജീവനെടുക്കുമ്പോഴും താനൊരു യക്ഷകിയാണെന്ന് ലോകത്തിനു മുന്നിൽ കാണിക്കുന്ന സൈക്കോപതി. പക്ഷേ ഇത് തെളിയിക്കാൻ നമുക്ക് ആ പഴയ മരണങ്ങൾ പരിശോധിക്കണം. രുദ്രൻ തന്റെ ഡയറി എടുത്തു. എല്ലാവരും പാവമെന്ന് കരുതിയ ആ സ്ത്രീ, അവൾക്കെന്തിനായിരുന്നു ഇത്രയും മരണങ്ങൾ? ആ കുടുംബം മുഴുവൻ അവൾക്ക് തടസ്സമായിരുന്നോ? തണുത്ത കാറ്റ് ആ ചായക്കടയുടെ മേൽക്കൂരയിൽ വന്നടിച്ചപ്പോൾ രുദ്രന്റെ ഉള്ളിൽ ഒരു നിഗൂഢമായ തീരുമാനം രൂപം പെട്ട് കഴിഞ്ഞിരുന്നു. വൈകുന്നേരം 4 PM. കിഴക്കേതിൽ തറവാടിന്റെ ഒരു മുറിയിൽ രുദ്രനും സംഘവും തമ്പടിച്ചു. എല്ലാവരും തളർന്നിരുന്നു. ഫെലിക്സ് ഒരു മൂലയിൽ തന്റെ മൊബൈൽ ലാബിന് സമീപമിരുന്നൊന്ന് മയങ്ങിപ്പോയി. കുഞ്ഞുമോൻ തറയിൽ കിടന്ന് ഉറക്കെ കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രുദ്രൻ മാത്രം ഉറങ്ങിയില്ല. അയാൾ ആ തറവാടിന്റെ ലൈബ്രറിയിലുണ്ടായിരുന്ന പഴയ ആൽബങ്ങളും ഡയറികളും പരിശോധിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അയാൾക്ക് ആ പഴയ ഫോട്ടോകൾക്കിടയിൽ നിന്നൊരു ചെറിയ കുറിപ്പ് കിട്ടിയത്. എൽസി മരിക്കുന്നതിന് 1 മാസം മുൻപെഴുതിയത്. അമ്മച്ചിയോടെനിക്കിത് തുറന്നു പറയണം. മോണിക്കയുടെ MCOM സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടു. അതിൽ അവളുടെ ഫോട്ടോ അല്ല ഉള്ളത്. രുദ്രന്റെ കണ്ണുകൾ വികസിച്ചു. അയാൾ ഉടൻ തന്നെ ഫെലിക്സിനെ വിളിച്ചുണർത്തി. ഫെലിക്സ്, ഉണരൂ. നമുക്ക് കിട്ടിയത് വെറും ഒരു കൊലപാതകിയെയല്ല, ഒരു ഐഡന്റിറ്റി മോഷ്ടാവിനെയാണ്, ഐഡന്റിറ്റി തീഫിനെയാണ്. ഫെലിക്സ് തന്റെ കണ്ണട ശരിയാക്കി. വാട്ട്? നിങ്ങൾ എന്താണ് പറയുന്നത് രുദ്ര? മോണിക്കയുടെ MCOM സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. അവൾ ആ കുടുംബത്തിലേക്ക് വന്നത് തന്നെ ഒരു കള്ളപ്പേരിലാണ്. മാത്യുവിനെ കൊന്നത് ആ രഹസ്യം അയാൾ അറിഞ്ഞതുകൊണ്ടാകാം. പിന്നെ എൽസി, ഇപ്പോൾ ടീച്ചർ. ഈ ഓരോ മരണവും അവളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഈ സമയം കുഞ്ഞുമോൻ ഉണർന്നു വന്നിരുന്നു. സർ, ഒരു പ്രശ്നമുണ്ട്. നാട്ടുകാർക്കൊക്കെ ഇപ്പോഴും അവളോട് വലിയ സ്നേഹമാണ്. അവരെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ തടയും. രുദ്രൻ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ രഹസ്യമായി ചെയ്യണം. നമുക്ക് തെളിവ് വേണം. ഫെലിക്സ്, നീ പറഞ്ഞത് ശരിയാണ്. ആ പഴയ ശരീരങ്ങൾ സംസാരിക്കണം. സയനൈഡ് വർഷങ്ങളോളം ആ അസ്ഥികളിൽ ബാക്കിയുണ്ടാകും. അപ്പോ സർ, നമ്മൾ ശരിക്കും സെമിത്തേരിയിൽ പോകുകയാണോ ഈ രാത്രിയിൽ? കുഞ്ഞുമോന്റെ ശബ്ദത്തിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അതേ കുഞ്ഞുമോൻ, രാത്രി 12 മണിക്ക്. ആരുമറിയാതെ ആ കല്ലറകൾ നമ്മൾ തുറക്കും. നീ RDOയോട് സംസാരിക്കൂ. ഫെലിക്സ്, നിന്റെ കിറ്റുകൾ തയ്യാറാക്കൂ. ഇന്ന് രാത്രി ഇടുക്കിയുടെ മഞ്ഞ് ഈ പാപങ്ങൾ ഇനി ഒളിപ്പിച്ചു വെക്കില്ല. രുദ്രൻ തന്റെ ഡയറി അടച്ചു. അയാൾക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നിയിരുന്നെങ്കിലും 1 കപ്പ് കടുപ്പമുള്ള കാപ്പി കൂടി അയാൾ കുടിച്ചു. ഇടുക്കിയുടെ ആ ഇരുണ്ട രാത്രിയിലേക്ക് അവർ ഇറങ്ങാൻ തയ്യാറെടുത്തു. ആരും സംശയിക്കാത്ത, എല്ലാവരും സ്നേഹിച്ച ആ വിശുദ്ധ മോണിക്കയുടെ മുഖമൂട് അഴിച്ചുമാറ്റാൻ സമയമെടുത്തിരിക്കുന്നു. രാത്രി 12 മണി. കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ ജനറേറ്ററിന്റെ മഞ്ഞ വെളിച്ചം മഞ്ഞു കണങ്ങൾക്കിടയിലൂടെ വിറങ്ങലിച്ചു നിന്നു.
കാറ്റിന് ആ രാത്രി വല്ലാത്തൊരു ശ്മശാന ഗന്ധമായിരുന്നു. ഡിവൈഎസ്പി രുദ്രൻ നായർ തന്റെ കറുത്ത കോട്ടിനുള്ളിൽ കൈകൾ തിരുകി ആ പഴയ കല്ലറയ്ക്ക് മുന്നിൽ നിശ്ചലനായി നിന്നു. അത് മറിയാമ്മ ടീച്ചറുടെ ഭർത്താവ് മാത്യുവിന്റെ കല്ലറയായിരുന്നു. 12 വർഷങ്ങൾക്ക് മുൻപ് ഹൃദയാഘാതം മൂലം മരിച്ചുവെന്ന് കരുതിയ മാത്യു, രുദ്രന്റെ നിർദ്ദേശപ്രകാരം RDOയുടെ സാന്നിധ്യത്തിൽ ആ കല്ലറ ഇന്ന് വീണ്ടും തുറക്കപ്പെടുകയാണ്. മറിയാമ്മ ടീച്ചറുടെ മരണം ഒരു തുടക്കമല്ല, മറിച്ചു 12 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു വലിയ വേട്ടയുടെ ക്ലൈമാക്സ് മാത്രമാണെന്ന് രുദ്രന്റെ ഉള്ളിലെ അന്വേഷകൻ മന്ത്രിച്ചുകൊണ്ടിരുന്നു. രുദ്ര, വർഷങ്ങൾ കഴിഞ്ഞാലും ചില വിഷാംശങ്ങൾ മണ്ണിൽ ലയിക്കില്ല. പ്രത്യേകിച്ച് സയനൈഡ് പോലുള്ള രാസവസ്തുക്കൾ അസ്ഥികളിലും മുടിയിലും ചില മാറ്റങ്ങൾ വരുത്തും. നമ്മൾ തിരയുന്നത് ഒരു സിസ്റ്റമിക് പാറ്റേൺ ആണ്, ഫെലിക്സ് ശാന്തനായി പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ ആ രാത്രിയുടെ ഭീകരത ലേശവുമില്ലായിരുന്നു. മാത്യുവിന്റെ ശവപ്പെട്ടി പുറത്തെടുത്തു. 12 വർഷത്തെ പഴക്കം ആ തടിപ്പെട്ടിയിൽ വ്യക്തമായിരുന്നു. ഫെലിക്സ് അതീവ ജാഗ്രതയോടെ പെട്ടി തുറന്നു. അവിടെ അവശേഷിച്ചിരുന്ന അസ്ഥികൂടം വെളിച്ചത്തിൽ തെളിഞ്ഞു. അയാൾ ഉടൻ തന്നെ തന്റെ ഡിജിറ്റൽ സ്കാനർ അസ്ഥികൾക്ക് മുകളിലൂടെ ചലിപ്പിച്ചു. സ്ക്രീനിൽ ഡാറ്റകൾ മിന്നിമറിഞ്ഞു. രുദ്ര, ഇതു നോക്കൂ. ഫെലിക്സ് ഒരു പ്രത്യേക അസ്ഥിഭാഗം ചൂണ്ടിക്കാണിച്ചു. താടിയെല്ലിന്റെ പിൻഭാഗത്ത് വല്ലാത്തൊരു കറുത്ത നിറം പടർന്നിരിക്കുന്നു. ഇത് സ്വാഭാവികമായ അഴുകലല്ല, ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. മരണത്തിനു മുൻപ് അതീവ മാരകമായ വിഷം വയറ്റിലെത്തിയതിന്റെ വ്യക്തമായ അടയാളം. കുഞ്ഞുമോൻ ഓടിച്ചെന്ന് രുദ്രന്റെ അരികിലെത്തി. അയാൾ കട്ടപ്പനയിലെ ഒരു പഴയ ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്. സർ, ഒരു വലിയ തുമ്പ് കിട്ടിയിട്ടുണ്ട്. പണ്ട് എൽസി മരിച്ചപ്പോൾ ആ വീട്ടിൽ വന്നൊരു ഹോം നേഴ്സിനെ ഞാൻ കണ്ടുപിടിച്ചു. അവൾ പറയുന്നത് എൽസി മരിക്കുന്നതിന് തലേ ദിവസം മോണിക്ക കൊച്ചുമ്മ എന്തോ ഒരു മരുന്ന് എൽസിക്ക് നൽകുന്നത് കണ്ടുവെന്നാണ്. അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ എൽസിക്ക് വല്ലാത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. പക്ഷെ മോണിക്ക ആരോടും പറഞ്ഞില്ല. അവൾ എൽസിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. കുഞ്ഞുമോന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. രുദ്രൻ പതുക്കെ കണ്ണുകളടച്ചു. ഇതാ, വ്യൂഹം തെളിയുന്നു. ഓരോ മരണവും ഓരോ പടികളായിരുന്നു. മാത്യുവിനെ കൊന്നത് സ്വത്തിനു വേണ്ടിയാകാം. എൽസിയെ കൊന്നത് അവൾ മോണിക്കയുടെ രഹസ്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാകാം. ഇപ്പോൾ മറിയാമ്മ ടീച്ചർ, അവർ പീറ്ററിന് സ്വത്ത് നൽകാൻ തീരുമാനിച്ചതുകൊണ്ടോ? രുദ്രൻ പതുക്കെ കണ്ണുകൾ തുറന്നു. അയാൾക്ക് നേരെ വരുന്നത് പീറ്ററായിരുന്നു. പീറ്ററുടെ മുഖത്ത് വല്ലാത്തൊരു ഭയമായിരുന്നു. സാർ, ഞാനെല്ലാം പറയാം. റോയിക്ക് അമ്മച്ചിയെ കൊല്ലാൻ ധൈര്യമില്ല. അവൻ വിഡ്ഢിയാണ്. പക്ഷെ മോണിക്ക, അവളൊരു പിശാചാണ് സാർ. അവളാണ് എനിക്ക് ആ വിഷപ്പൊടി തന്നത്. ഇത് റോയിയുടെ കയ്യിൽ കൊടുക്കാൻ അവളാണ് പറഞ്ഞത്. പീറ്റർ നിലവിളിച്ചുകൊണ്ട് രുദ്രന്റെ കാൽക്കൽ വീണു. രുദ്ര, കേൾക്കൂ, ഫെലിക്സ് വിളിച്ചു പറഞ്ഞു. ടീച്ചറുടെ ആമാശയത്തിൽ കണ്ട ആ വിഷം സയനൈഡ് മാത്രമല്ല, അതിൽ മറ്റൊരു രാസവസ്തു കൂടി ചേർത്തിട്ടുണ്ട്, അട്രോപ്പിൻ. ഇത് ടീച്ചർക്ക് നേരത്തെ നൽകിയിരുന്ന ഗുളികകളിലെ അംശമാണ്. ഈ 2 വിഷങ്ങളും കൂടി ചേരുമ്പോൾ അതൊരു മാരകമായ മിശ്രിതമായി മാറും. മരണം സംഭവിക്കുന്നത് ഹൃദയമിടിപ്പ് നിലച്ചല്ല, മറിച്ച് ശ്വാസകോശത്തിലെ പേശികൾ സ്തംഭിച്ചാണ്. റെസ്പിറേറ്ററി പാരാലിസിസ്. ഇത് ചെയ്യാൻ ഒരു സാധാരണ കൊലയാളിക്ക് കഴിയില്ല. ഇതിന് ആഴത്തിലുള്ള വൈദ്യശാസ്ത്ര അറിവ് വേണം. രുദ്രൻ ഒരു നിമിഷം ആലോചിച്ചു. വൈദ്യശാസ്ത്ര അറിവ്? മോണിക്ക ഒരു സാധാരണ വീട്ടമ്മയല്ലേ? അവൾക്കെങ്ങനെ ഇതറിയാം? അയാൾ കുഞ്ഞുമോനെ നോക്കി. കുഞ്ഞുമോൻ, മോണിക്കയുടെ പഴയ സർട്ടിഫിക്കറ്റുകൾ നീ കണ്ടിരുന്നോ? കുഞ്ഞുമോൻ തലയാട്ടി. ഉണ്ട് സാർ, M.Com കഴിഞ്ഞതാണെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഞാൻ കട്ടപ്പന കോളേജിൽ ചോദിച്ചപ്പോൾ അവിടെ അങ്ങനെയൊരു വിദ്യാർത്ഥി പഠിച്ചിട്ടില്ല. രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി. അവൾ എവിടെയാണ് പഠിച്ചത് എന്ന് നീ ഒന്നുകൂടി അന്വേഷിക്കേ. അവളുടെ ഭൂതകാലം എവിടെയോ ഒളിഞ്ഞുകിടക്കുന്നു. രുദ്രൻ തന്റെ ഡയറി എടുത്തു. മാത്യുവിനെയും പീറ്ററിന്റെയും പേരുകൾ വെട്ടിമാറ്റി. അവരുടെ മുകളിലായി അയാൾ ഒരു വലിയ വൃത്തം വരച്ചു. അതിന്റെ നടുവിൽ ദ മാസ്റ്റർ മൈൻഡ് എന്നെഴുതി. ഫെലിക്സ്, മോണിക്ക നമ്മളെ ഒരു കലി പഠിപ്പിക്കുകയായിരുന്നു. അവൾ റോയിയെയും പീറ്ററിനെയും കരുക്കളാക്കി. നമ്മൾ അവരെ പിടിക്കുമ്പോൾ അവൾ സുരക്ഷിതമായിരിക്കുമെന്ന് അവൾ കരുതി. പക്ഷേ ശാസ്ത്രത്തിന് നുണ പറയാൻ കഴിയില്ല. രുദ്രൻ പതുക്കെ ജീപ്പിലേക്ക് നടന്നു. അയാൾക്കറിയാമായിരുന്നു, അടുത്ത ലക്ഷ്യം മോണിക്കയുടെ ആ വിശുദ്ധമുഖം അഴിച്ചുമാറ്റുക എന്നതാണെന്ന്. മഞ്ഞു പതുക്കെ ആ സെമിറ്റേരിയെ വിട്ടുമാറി. ശവക്കല്ലറകൾ തങ്ങളുടെ രഹസ്യങ്ങൾ അന്വേഷകർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞിരുന്നു. കട്ടപ്പനയുടെ മലനിരകളിൽ സത്യത്തിന്റെ ഒരു പുതിയ സൂര്യോദയം ഉദിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ആ വെളിച്ചം പലരുടെയും ജീവിതം എന്നേക്കുമായി ഇരുട്ടിലാക്കും എന്ന് രുദ്രന് ഉറപ്പായിരുന്നു. പുലർച്ചെ 3 മണി. കട്ടപ്പനയുടെ മലനിരകളിൽ മഞ്ഞ് ഒരു കടൽ പോലെ ഇരച്ചു കയറുകയായിരുന്നു. കിഴക്കേതിൽ തറവാടിന്റെ നടുത്തളത്തിൽ വായുവിന് ഈർപ്പത്തിന്റെയും നിശബ്ദതയുടെയും ഭാരമുണ്ടായിരുന്നു. ഡിവൈഎസ്പി രുദ്രൻ നായർ ആ നടുത്തളത്തിലെ വലിയ തൂണിൽ ചാരി നിന്നു. അയാളുടെ മുന്നിൽ റോയിയും പീറ്ററും തകർന്നുകിടക്കുന്നു. അവർ പരസ്പരം പഴിചാരിയും കരഞ്ഞും തളർന്നിരുന്നു. പക്ഷേ രുദ്രന്റെ കണ്ണുകൾ അവരിലല്ലായിരുന്നു. നടുത്തളത്തിലെ ആ ഇരുണ്ട മൂലയിൽ മറിയാമ്മ ടീച്ചറുടെ പടത്തിനു മുന്നിൽ മെഴുകുതിരി കത്തിച്ചുവെച്ചു പ്രാർത്ഥിക്കുന്ന മോണിക്കയിലായിരുന്നു
അയാളുടെ ശ്രദ്ധ. കുഞ്ഞുമോൻ ഒരു കൈയിൽ പഴയൊരു ഫയലുമായി രുദ്രന്റെ അരികിലെത്തി. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരാവേശമുണ്ടായിരുന്നു. സാർ, കോഴിക്കോട് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഡേറ്റ കിട്ടി. സജിത എന്നായിരുന്നു അവളുടെ പഴയ പേര്. 12 വർഷം മുൻപ് താമരശ്ശേരിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അസിസ്റ്റന്റായിരുന്നു. അവിടെ വെച്ച് ഒരു മരുന്ന് മോഷണ കേസിൽ അവൾ പിടിക്കപ്പെട്ടു. പക്ഷേ കേസ് തെളിയുന്നതിനു മുൻപേ അവൾ അപ്രത്യക്ഷയായി. പിന്നെ അവൾ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ്, മോണിക്കയായി. കുഞ്ഞുമോന്റെ ശബ്ദം ആ നിശബ്ദതയെ കീറിമുറിച്ചു. രുദ്രൻ പതുക്കെ മുന്നോട്ടു നടന്നു. മോണിക്ക അല്ല, സജിത. നിങ്ങൾക്ക് ആട്ടിറച്ചി സൂപ്പ് ഇഷ്ടമാണോ? രുദ്രന്റെ ശബ്ദം ഒരു ശാന്തമായ അരുവിയെന്ന പോലെ മുഴങ്ങി. മോണിക്ക പതുക്കെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്തപ്പോഴും ആ പഴയ ശാന്തതയുണ്ടായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഒരു വലിയ നിഗൂഢത തളം കെട്ടിനിന്നു. സാർ, എന്തൊക്കെയാണീ പറയുന്നത്? അമ്മച്ചി മരിച്ച സങ്കടത്തിലിരിക്കുന്ന എന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത്. അവൾ വളരെ പതുക്കെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇതൊരു സാധാരണ അഭിനയമല്ല. ഇതൊരു ക്രിമിനൽ മാസ്റ്റർ മൈൻഡിന്റെ അന്തിമ പ്രതിരോധമാണ്. പക്ഷേ ശാസ്ത്രം അവളെ ഇന്ന് വെറുതെ വിടില്ല. അഭിനയം നിർത്തൂ മോണിക്ക. ഡോക്ടർ ഫെലിക്സ് തന്റെ ടാബ്ലറ്റ് അവൾക്കു നേരെ തിരിച്ചു. നിങ്ങളുടെ അടുക്കളയിലെ സിങ്കിന്റെ അടിയിലുള്ള ഡ്രെയിനേജ് പൈപ്പിൽ നിന്ന് ഞാൻ ഈ സാമ്പിൾ ശേഖരിച്ചു. പൈപ്പിലെ വശങ്ങളിൽ പറ്റിപ്പിടിച്ച ആ ബയോ അബ്സോർബബിൾ നൂലിന്റെ അംശങ്ങൾ. നിങ്ങൾ സൂപ്പ് പാത്രം കഴുകി എന്ന് കരുതിയിട്ടുണ്ടാകാം. പക്ഷേ മൈക്രോസ്കോപ്പിക് ലെവലിൽ ഈ നൂലിഴകൾ നശിക്കില്ല. ഇതാ നോക്കൂ, ഇതിലൊട്ടിപ്പിടിച്ചിരിക്കുന്ന ആ രാസവസ്തു എട്രോപ്പിൻ. സയനൈഡുമായി ചേർത്ത് നിങ്ങൾ ടീച്ചർക്കു നൽകിയത് ഇതാണ്. രുദ്രൻ, നിങ്ങൾ പീറ്ററെയും റോയിയെയും ഒരു പുകമറയായി ഉപയോഗിച്ചു. റോയിയുടെ കടബാധ്യതകൾ നിങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അയാളെക്കൊണ്ട് ആ വ്യാജ നൂൽ ടീച്ചറുടെ സൂപ്പിലിടിപ്പിച്ചു. റോയി വിചാരിച്ചു അയാളാണ് കൊന്നതെന്ന്. പീറ്ററിന് ആ വിഷപ്പൊടി നൽകിയത് നിങ്ങളാണെന്ന് പീറ്റർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ നൽകിയത് വെറുമൊരു കീടനാശിനിയായിരുന്നു. എല്ലാവരും ഈ 2 ആണുങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥ വിഷമടങ്ങിയ ആ ക്യാപ്സ്യൂൾ ടീച്ചർക്കു നൽകി. ആ നൂൽ, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. കാരണം താമരശ്ശേരിയിലെ ആ ഹോസ്പിറ്റലിലെ സർജിക്കൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ മോഷ്ടിച്ച സാധനങ്ങളുടെ ലിസ്റ്റിൽ ഈ നൂലുണ്ട്. മോണിക്ക പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. ആ ചിരിയിൽ വല്ലാത്തൊരു ക്രൂരതയുണ്ടായിരുന്നു. പീറ്ററും റോയും വെറും വിഡ്ഢികളാണ് സാറേ. അവർക്ക് പണം കിട്ടാൻ വേണ്ടിയായിരുന്നു എല്ലാമെങ്കിൽ എനിക്കത് ടീച്ചറുടെ അംഗീകാരത്തിന് വേണ്ടിയായിരുന്നു. ഈ നാട്ടിലെ എല്ലാവരും ആദരിക്കുന്ന ടീച്ചറമ്മ. അവരെന്നെ അടുക്കളയിലൊരു വേലക്കാരിയെ പോലെയാണ് കണ്ടിരുന്നത്. ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിവരമില്ലെന്ന് അവരെല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമായിരുന്നു. പക്ഷേ ആ ടീച്ചറമ്മയെ ഒരു സിറിഞ്ച് കൊണ്ടും ഒരു ചെറിയ ക്യാപ്സ്യൂൾ കൊണ്ടും ഇല്ലാതാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേ? അതിനേത് ഡിഗ്രിയാണ് സാറേ വേണ്ടത്? അവൾ രുദ്രന്റെ അടുത്തേക്ക് ആഞ്ഞു വന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോൾ ഒരു ഭ്രാന്തമായ ഉന്മാദമായിരുന്നു. 14 വർഷം ഈ തറവാട്ടിലെ ഓരോ ഇഴകളും എൻ്റെ വരുതിയിലാക്കാൻ ഞാൻ 14 വർഷം കാത്തിരുന്നു. മാത്യു അങ്കിളിനെ കൊന്നപ്പോൾ ആരും സംശയിച്ചില്ല. എല്ലാവരും വിചാരിച്ചു ഹൃദയാഘാതമാണെന്ന്. എൽസിന്റെ സർട്ടിഫിക്കറ്റ് പൊക്കിയപ്പോൾ അവൾക്ക് ഞാൻ ചായയിൽ സയനൈഡ് കൊടുത്തു. അവൾ പിടഞ്ഞു വീഴുമ്പോൾ ഞാൻ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അന്നതെല്ലാം ഹൃദയാഘാതമാക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ ഈ ടീച്ചറമ്മ, അവൾ എന്നെ പുറത്താക്കാൻ നോക്കി. ആ വിൽപത്രം മാറ്റാൻ നോക്കി. എനിക്ക് ഈ വീട് വേണമായിരുന്നു രുദ്രൻ സാറേ. ഈ നാട്ടിലെല്ലാവരും ബഹുമാനിക്കുന്ന കിഴക്കേതിലെ കൊച്ചുമ്മയാകണമായിരുന്നു എനിക്ക്. അടുത്തു വരരുത്, മോണിക്കാലറി. ഇതിലും സയനൈഡുണ്ട്. നിങ്ങൾക്കെന്നെ തൂക്കിക്കൊല്ലാൻ ഞാൻ അവസരം തരില്ല. പക്ഷേ രുദ്രൻ ഒട്ടും പതറിയില്ല. അയാൾ അവളിലേക്കൊരു വേട്ടക്കാരനെ പോലെ ആഞ്ഞു കയറി. അവളുടെ കയ്യിലിരുന്ന ആ കുപ്പി അയാൾ തട്ടിത്തെറിപ്പിച്ചു. അത് തറയിൽ വീണ് ചിന്നിച്ചിതറി. കുഞ്ഞുമോൻ ഓടിച്ചെന്ന് അവളുടെ കൈകൾ പിന്നിലേക്ക് തിരിച്ചു വിലങ്ങുവെച്ചു. മോണിക്ക നിലവിളിച്ചുകൊണ്ട് തറയിലിരുന്നു. ആ നിലവിളി ആ തറവാടിന്റെ വിശുദ്ധിയെ എന്നേക്കുമായി തകർത്തു കളഞ്ഞു. റോയിയും പീറ്ററും തറയിൽ ബോധരഹിതരായി കിടന്നു. അവർ വിശ്വസിച്ച സ്വർഗം ഒരു നരകമായി മാറിയിരിക്കുന്നു. മോണിക്കയെ പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ രുദ്രൻ ആ അടുക്കളയിലെ സൂപ്പ് പാത്രം ഒന്നുകൂടി നോക്കി. ഒരു മനുഷ്യന്റെ അഹങ്കാരവും പകയും എങ്ങനെ ഒരു കുടുംബത്തെ മുഴുവൻ ദ്രവിപ്പിക്കുമെന്ന് അയാൾ ഓർത്തു. ഓരോ കൊലപാതകവും അവൾക്കൊരു പദവിയിലേക്കുള്ള പടികളായിരുന്നു. മഞ്ഞുപുതച്ച ഈ മലനിരകളിൽ സത്യം പുറത്തുവരുമ്പോൾ ഇത്രയും തണുപ്പുള്ളൊരു കൊലയാളി വേറെ ഉണ്ടാവില്ല എന്നയാൾക്കുറപ്പായിരുന്നു. രുദ്രൻ തന്റെ ഡയറി തുറന്നു. അതിലയാൾ അവസാനമായി കുറിച്ചു. ചിലന്തി തന്റെ വല നെയ്തത് വിശുദ്ധിയുടെ നൂലുകൾ കൊണ്ടായിരുന്നു. ഇരകളത് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. കേസ് ക്ലോസ്ഡ്. പക്ഷേ മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല. പ്രഭാതം വിരിഞ്ഞപ്പോൾ ഇടുക്കിയുടെ മലനിരകൾക്ക് വല്ലാത്തൊരു വിളറിയ നിറമായിരുന്നു. കിഴക്കേതിൽ തറവാടിന്റെ മുറ്റത്ത് തലേന്ന് രാത്രി ഒരുക്കിയ ആ വലിയ കല്യാണപ്പന്തൽ ഇന്നൊരു ശവവസ്ത്രം പോലെ തോന്നിപ്പിച്ചു. പന്തലിന്റെ വെളുത്ത തുണികൾ കാറ്റിൽ പാറി നടക്കുമ്പോൾ അതിൽ തങ്ങിനിന്ന ഈർപ്പം കണ്ണുനീർത്തുള്ളികളെപ്പോലെ താഴേക്കിറ്റു വീഴുന്നുണ്ടായിരുന്നു. ആഘോഷങ്ങൾക്കായി നിരത്തിവെച്ച ആയിരക്കണക്കിന് കസേരകൾ
ഒരു മൂലയിൽ അനാഥമായി കൂട്ടിയിട്ടിരിക്കുന്നു. നാട്ടുകാരാരും തന്നെ ആ വഴിക്കു വരാൻ ധൈര്യപ്പെട്ടില്ല. കട്ടപ്പനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശുദ്ധരൂപം ഒരു ഭീകരമായ ചിലന്തിയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ആഘാതത്തിലായിരുന്നു ആ നാട്. ആ തറവാട്ടിലെ ഓരോ ചുമരുകൾക്കും ഇപ്പോൾ മരണത്തിന്റെ ഗന്ധമായിരുന്നു. ഡിവൈഎസ്പി രുദ്രൻ നായർ മുറ്റത്തു വന്നു നിന്നു. അയാളുടെ തോളിൽ മഞ്ഞിന്റെ തണുപ്പും മനസ്സിൽ കനത്ത ഭാരവുമുണ്ടായിരുന്നു. മറിയാമ്മ ടീച്ചറുടെയും എൽസിയുടെയും മാത്യുവിന്റെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്ത ആ സെമിത്തേരിയിലേക്ക് അയാൾ ഒരിക്കൽ കൂടി നോക്കി. നീതി നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ നീതിക്ക് വല്ലാത്തൊരു കയ്പായിരുന്നു. വരാന്തയിൽ റോയിയും പീറ്ററും തകർന്നിരിക്കുന്നത് അയാൾ കണ്ടു. 10 കൊല്ലം കൂടെ കിടന്നുറങ്ങിയവളാണ് എല്ലാവരെയും കൊന്നതെന്നറിഞ്ഞപ്പോൾ റോയിയുടെ ശരീരം ഒരു പച്ച മാംസം പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മകൾ, ആ തറവാടിന്റെ ഭാവി, ഇപ്പോൾ ഒരു മുറിക്കുള്ളിൽ അടച്ചിരുന്ന് കരയുകയാണ്. അവൾക്കിനി ഈ നാട്ടിൽ എങ്ങനെ തലയുയർത്തി നടക്കാൻ കഴിയുമെന്ന് രുദ്രൻ വേദനയോടെ ചിന്തിച്ചു. റിപ്പോർട്ടുകൾ പൂർത്തിയായി രുദ്ര. ഫെലിക്സ് പതുക്കെ രുദ്രന്റെ അരികിലെത്തി. എൽസിയുടെയും മാത്യുവിന്റെയും ശരീരത്തിൽ സയനൈഡിന്റെയും ആർസനിക്കിന്റെയും സാന്നിധ്യം ലാബ് സ്ഥിരീകരിച്ചു. മോണിക്കയ്ക്കിനി ഒരു വക്കീലിനും രക്ഷിക്കാൻ കഴിയാത്ത അത്രയും തെളിവുകൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം ഇതൊന്നുമല്ല. അവളുടെ മുറിയിലെ രഹസ്യ അറയിൽ നിന്ന് മറ്റൊരു ഡയറി കൂടി കിട്ടി. അവൾ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്ന അടുത്ത ആൾ റോയിയുടെ മകൾ തന്നെയായിരുന്നു. തന്റെ വ്യാജ ഡിഗ്രിയെക്കുറിച്ച് മകൾക്കെന്തെങ്കിലും സൂചന കിട്ടിയോ എന്നവൾ ഭയപ്പെട്ടിരുന്നു. ഫെലിക്സിന്റെ ശബ്ദത്തിൽ പോലും ഒരുതരം മടുപ്പ് പ്രകടമായിരുന്നു. ശാസ്ത്രത്തിന് വിശകലനം ചെയ്യാൻ കഴിയാത്തത്രയും ക്രൂരത മനുഷ്യന്റെ മനസ്സിലുണ്ടെന്നയാൾ സമ്മതിക്കുകയായിരുന്നു. കുഞ്ഞുമോൻ ഇതിനിടയിൽ പള്ളിവികാരിയോടും നാട്ടുകാരോടും സംസാരിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ രുദ്രന്റെ അടുത്തേക്ക് വന്ന് പതുക്കെ പറഞ്ഞു, സർ, പള്ളിക്കമ്മിറ്റി ആ തറവാട് വീട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. റോയിച്ചനും മകളും വൈകുന്നേരം അവിടുന്ന് മാറും. ഇനി ആ വീട്ടിൽ താമസിക്കാൻ അവർക്ക് പേടിയാണ്. ആ ചുമരുകൾ സംസാരിക്കും സാറേ. മോണിക്കയുടെ ആ പ്രാർത്ഥനകൾ അവിടെ ഇനിയും മുഴങ്ങും. കുഞ്ഞുമോന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു നിസ്സഹായതയുണ്ടായിരുന്നു. ഇടുക്കിയുടെ ഈ മലനിരകളിൽ അയാൾ ഒരുപാട് ചതികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും തണുപ്പുള്ളൊരു ചതി ഇതാദ്യമായിരുന്നു. രുദ്രൻ തന്റെ ബൊലേറോയുടെ സീറ്റിലിരുന്ന് തന്റെ പേഴ്സണൽ ഡയറി തുറന്നു. മഴവെള്ളം പടർന്ന ആ പേജുകളിൽ അയാൾ പതുക്കെ എഴുതാൻ തുടങ്ങി. അയാളുടെ പാലക്കാടൻ ശൈലിയിലുള്ള അക്ഷരങ്ങൾ ആ ഡയറിയിൽ പതുക്കെ പടർന്നു. 14 ഏപ്രിൽ 2026. മഞ്ഞു പുതച്ച ഈ മണ്ണിൽ ചതിയുടെ വിത്തുകൾ പാകിയത് ഒരു സ്ത്രീയായിരുന്നു. മോണിക്ക ഒരു പ്രതീകമാണ്. പദവിക്കും അംഗീകാരത്തിനും വേണ്ടിയുള്ള മനുഷ്യന്റെ ഭ്രാന്തമായ ദാഹത്തിന്റെ ഇര. നുണകൾക്ക് മുകളിൽ ഒരു സാമ്രാജ്യം പണിയാൻ അവൾ ഉപയോഗിച്ചത് തന്നെ പ്രിയപ്പെട്ടവരുടെ രക്തമായിരുന്നു. ഓരോ കൊലപാതകവും അവൾക്കൊരു പടവായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വലിയവളാകാനുള്ള പടവുകൾ. നിയമം അവളെ ശിക്ഷിക്കും. പക്ഷെ തകർന്നുപോയ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട വിശ്വാസം ഇനി ആര് തിരിച്ചു നൽകും? നീതി നിയമത്തേക്കാൾ വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ചില നീതികൾക്ക് മരണത്തിന്റെ ഗന്ധമുണ്ട്. ചിലന്തി തന്നെ വലയിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു. പക്ഷെ ആ വലയിൽ കുടുങ്ങിയ പ്രാണികൾക്ക് ഇനി ജീവൻ തിരിച്ചു കിട്ടില്ല. ഇടുക്കിയുടെ ഈ മഞ്ഞ് പതുക്കമായും. പക്ഷെ ഈ ചാരത്തിലെ മർമ്മരങ്ങൾ ഇനിയും കേട്ടുകൊണ്ടിരിക്കും. വണ്ടി പതുക്കെ മലയിറങ്ങാൻ തുടങ്ങി. രുദ്രൻ കണ്ണാടിയിലൂടെ ആ തറവാട് വീടിനെ അവസാനമായി ഒന്നുകൂടി നോക്കി. മഞ്ഞിന്റെ പുകമറയ്ക്കുള്ളിൽ ആ വീടിപ്പോൾ ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമായിരുന്നു. റോയിയും മകളും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് അയാൾ കണ്ടു. അവരുടെ കയ്യിൽ വസ്ത്രങ്ങൾ നിറച്ച ചെറിയൊരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിന്റെ പച്ചപ്പിനുള്ളിൽ ഇനിയും എത്രയോ മോണിക്കമാർ ഒളിഞ്ഞിരിപ്പുണ്ടാകും എന്നയാൾ ഓർത്തു. ഓരോ ഫ്ലാഷ് പോയിന്റും ഒരു പുതിയ സത്യത്തിലേക്കുള്ള വാതിലാണ്. ബൊലേറോ മഞ്ഞിനെ കീറിമുറിച്ചുകൊണ്ട് താഴേക്ക് കുതിച്ചു. പിന്നിൽ കട്ടപ്പനയുടെ മലനിരകളിൽ ആ ചതിയുടെ കഥ ഒരു നീറുന്ന ഓർമ്മയായി മാറി. അന്വേഷണം അവസാനിച്ചിരിക്കുന്നു. പക്ഷെ രുദ്രന്റെ ഡയറിയിൽ പുതിയൊരു പേജ് തുറക്കപ്പെടുകയായിരുന്നു. സത്യമെന്നും മടക്കുകൾക്കുള്ളിൽ തന്നെയാണ്. സത്യം ആരും കാണാതെ പോകരുത്. ഈ കുറ്റാന്വേഷണ പരമ്പര നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ ഈ ശ്രമത്തെ ലൈക്ക് ചെയ്തു പിന്തുണയ്ക്കുക. അന്വേഷണത്തിൽ പങ്കാളിയാവുക. ഇടുക്കിയിലെ ഈ നിഗൂഢതകൾ പോലെ വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിമിഷങ്ങൾ പോലും മിസ് ചെയ്യരുത്. പുതിയൊരന്വേഷണം തുടങ്ങുമ്പോൾ ആദ്യമേ അറിയാൻ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തുവെക്കുക. രഹസ്യങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാം. മഞ്ഞുപുതച്ച ചതി എന്ന ഈ ഞെട്ടിക്കുന്ന കഥ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. സത്യം തിരിച്ചറിയാൻ അവരെയും സഹായിക്കാം. നിങ്ങളുടെ നിഗമനങ്ങൾ അറിയിക്കൂ. മോണിക്കയുടെ ഈ ചതിയെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. നന്ദി. ഓർക്കുക, സത്യമെന്നും മടക്കുകൾക്കുള്ളിലാണ്.